നമസ്കാരം. സീതു റിച്ചാർഡ് ആകാശത്തു നിന്ന് ഒരു കൊടുങ്കാറ്റ് പോലെ ആ സോഡുമായി പാഞ്ഞു വന്നതും ഒരു വൻ സോഡ് പ്രകാശം മാർക്കിന് മുകളിലേക്ക് അടിച്ചു. ആ നിമിഷത്തിൽ മാർക്കിന്റെ ഇടത് കൈ കൊണ്ട് ആ പ്രകാശത്തെ തടുക്കുകയും ചെയ്തു. മാർക്ക് ഇടത് കൈ ഉയർത്തിയതും ആ സൂലിൻ ഗ്ലോ ഒരു വൻ ഷീൽഡായി മുന്നിൽ മാറി. ആ ഷീൽഡിൽ ആ സോഡ് പ്രകാശം ഇടിച്ച് അങ്ങ് ചിതറുമ്പോൾ ശരിക്കും ഒരു വൻ പ്രഷർ ആ മേഖലയിൽ അനുഭവപ്പെടുകയാണ്. മാർക്കിന്റെ മുന്നിലേക്ക് എത്തിയ സൂ റിച്ചാർഡ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നിന്നെ ഞാൻ അവസാനിപ്പിക്കും. അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ പെട്ടെന്നാണ് അയാളുടെ ആ സോഡ് ആകാശത്ത് പല ശൈലിയിലായിട്ട് അങ്ങ് വരച്ചത്. ശരിക്കും അയാൾ അങ്ങനെ വരയ്ക്കുമ്പോൾ ആ എൻറ്റയർ പ്രദേശവും അയാളുടെ ഡൊമൈനായി അങ്ങ് മാറുകയാണ്. അയാളുടെ നിയന്ത്രണത്തിലുള്ള ഒരു സ്പേസായി ആ എൻറ്റയർ മേഖലയിൽ മാറി. അയാളുടെ നിയന്ത്രണത്തിൽ ആ സ്ഥലം മാറുമ്പോൾ പിന്നെ അയാൾ വിചാരിക്കുന്നതേ അവിടെ നടക്കത്തുള്ളൂ. അയാൾ ഒരു സ്പേഷ്യൽ ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് ആ സ്പേസ് നിയന്ത്രണത്തിൽ കൊണ്ടുവന്നതാണ്. മാർക്ക് ഫെല്ലർ കൗതുകത്തോടെ സൂ റിച്ചാർഡിന്റെ ആ ആക്ഷൻ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ സൂ റിച്ചാർഡ് അയാളുടെ ആ വാള് അയാളുടെ നെഞ്ചിന് നേരെ വിലങ്ങനെ പിടിച്ചു. വിലങ്ങനെ അയാൾ ആ വാള് പിടിച്ചതും ആ വാളിൽ നിന്ന് സോഡ് ലൈറ്റ് പതുക്കെ മുന്നോട്ട് നീങ്ങുകയാണ്. ശരിക്കും ആ സോഡ് ലൈറ്റ് മുന്നോട്ട് നീങ്ങുമ്പോൾ അതൊരു ഗ്ലാസ് വാള് പോലെ പെട്ടെന്നങ്ങ് മാറി. ആ സോഡ് ലൈറ്റ് തൊട്ട് മുന്നിലുള്ള ഒരു ഷീൽഡിൽ അങ്ങനെ ഇടിക്കുമ്പോൾ നമുക്ക് കാണുക ഒരു വലിയ ഗ്ലാസ് കൊണ്ടുള്ള മതിലാണ്. ആ മതില് മാർക്ക് ഫെല്ലർക്ക് നേരെ വളരെ സാവധാനം മുന്നോട്ട് നീങ്ങുകയാണ്. ആ മുന്നോട്ട് നീങ്ങുന്ന ഗ്ലാസ് മതിലിന്റെ വേഗത പതുക്കെ പതുക്കെ വർദ്ധിച്ചു തുടങ്ങി. ആ വേഗത വർദ്ധിക്കുന്നതനുസരിച്ച് മാർക്കിന് അനുഭവപ്പെടുന്ന പ്രഷറും കൂടുകയാണ്. ആ സ്പേസ് പൂർണ്ണമായും തൻ്റെ ചൊൽപ്പിടിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന സി റിച്ചാർഡ് അതിനകത്ത് മാർക്കിനെ കുടുക്കിയതിന് ശേഷം ആ മതില് കൊണ്ട് മാർക്കിനെ പ്രസ് ചെയ്യിക്കുന്ന ഒരു സിസ്റ്റം. മാർക്ക് കൗതുകത്തോടെ ആ കാഴ്ച കണ്ടു. സംഭവം കൊള്ളാം. ഈ സ്പേസ് നിയന്ത്രിക്കുന്ന പ്രക്രിയയിൽ മാർക്ക് ഈ സീതു റിച്ചാർഡിന്റെ അച്ഛനാണെന്നുള്ള കാര്യം സീതു റിച്ചാർഡിന് ശരിക്കും അറിയത്തില്ല. സീതു റിച്ചാർഡിന്റെ ആ മതില് മാർക്കിന് മുന്നിലേക്ക് പാഞ്ഞു വന്നതും മാർക്ക് തന്റെ അബ്സല്യൂട്ട് ബിഗിനിങ് ഫിസ്റ്റിന്റെ അടുത്ത വെർഷൻ അവതരിപ്പിച്ചു. 10,000 സ്പെൽ ബ്രേക്കിംഗ് ഫിസ്റ്റ് ആക്ടിവേറ്റ് ചെയ്ത മാർക്ക് ഒന്ന് മുകളിലേക്ക് കുതിച്ച് ഒരൊറ്റ ഇടി തനിക്ക് നേരെ പാഞ്ഞു വരുന്ന ആ ഗ്ലാസിനെ ആ ഒറ്റ ഇടി കൊണ്ട് മാർക്ക് അങ്ങ് ചിതറിച്ചു. അത് പക്ഷേ സീതു റിച്ചാർഡ് പ്രതീക്ഷിച്ചിരുന്നുവെന്ന് അയാളുടെ മുഖഭാവം വിളിച്ചു പറയുകയാണ്. ഗൂമെങ്ങിനെ മാർക്ക് ഫെല്ലർ ഒറ്റ ഇടിക്ക് കൊന്നത് അയാൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ മാർക്കിന്റെ കപ്പാസിറ്റിയെക്കുറിച്ച് അയാൾക്ക് നല്ല ധാരണയാണ്. മാർക്കിനെ അയാൾ ആ സ്പേസിനകത്ത് തളച്ചിരിക്കുന്നത് ഇതുപോലെ പ്രഷർ ചെലുത്തി കൊല്ലാനല്ല എന്ന് അടുത്ത നിമിഷം അയാൾ നടത്തിയ ആക്ഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. അയാളുടെ കൈ പതുക്കെ പതുക്കെ ചലിപ്പിക്കുകയാണ്. അയാളുടെ ഇരു കൈകളും ചലിക്കുമ്പോൾ നേരത്തെ അയാളുടെ കയ്യിലുണ്ടായിരുന്ന വാള് നമുക്കിപ്പോൾ കാണാൻ പറ്റില്ല. അയാളുടെ വിരലുകളുടെ ചലനത്തിനനുസരിച്ച് അയാളുടെ കൈകൾക്കിടയിൽ ഒരു പുക ഉണ്ടായി വരികയാണ്. ശരിക്കും ആ പുക അയാളുടെ കൈക്കകത്തിരുന്ന് കറങ്ങുന്നുണ്ട്. വളരെ ശ്രദ്ധാപൂർവം അയാൾ എന്തോ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ആ പുക ഒരു വലിയ ഗ്ലോബിന്റെ അത്രയും വലുപ്പത്തിലായതും അയാൾ പെട്ടെന്ന് ആ ഗ്ലോബ് അങ്ങ് മുകളിലോട്ട് വിട്ടു. ശരിക്കും ആ ഗ്ലോബ് മുകളിലോട്ട് വരുമ്പോഴാണ് ആ ഗ്ലോബിന് കൈയും കാലും ഒക്കെ ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ കാണുന്നത്. മാർക്ക് ഫെല്ലർ കൗതുകത്തോടെ നോക്കുമ്പോൾ അയാൾ പിന്നെ ഒരു ഗ്ലോബിനെ മുകളിലേക്ക് വിടുകയാണ്. അതിന് കൈയും കാലും രൂപമൊക്കെ ഉണ്ട്. പെട്ടെന്ന് അയാളുടെ കയ്യിൽ നിന്ന് അനവധി രൂപങ്ങൾ ആ നിയന്ത്രിക്കപ്പെട്ട സ്പേസിനകത്ത് ഉണ്ടാവുകയാണ്. അനവധി സോളുകളെ അയാളുടെ സ്പേഷ്യൽ നിലവറയിൽ നിന്ന് പുറത്തേക്ക് ഇറക്കി വിട്ടതാണ്. അയാളുടെ കൈയുടെ ആക്ഷൻ്റെ ഇടയിൽ അയാളുടെ നിലവറയിൽ നിന്ന് ആ സോളുകൾ പുറത്തേക്ക് വരുന്നതാണ്. ഇഷ്ടംപോലെ സോളുകൾ, ഫിസിക്കൽ ബോഡിയും ഡിവൈൻ സെൻസും സോളും ഇത് മൂന്നും കൂടി ചേരുമ്പോഴാണ് ഒരാളാകുന്നത്. ആ സോള് മാത്രമായി ബോഡികളിൽ നിന്ന് വേർതിരിച്ചെടുത്ത് അത് ശേഖരിച്ചിരിക്കുന്ന സീതു റിച്ചാർഡ് ആ സോൾ പ്രാക്ടീസിൽ ഒരു അഗ്രഗണ്യനാണ്. ആ സോളുകൾ ആ നിയന്ത്രിത സ്പേസിനകത്ത് ഇഷ്ടം പോലെ ആകുമ്പോൾ ആ സോളുകൾ പതുക്കെ മൂവ് ചെയ്തു തുടങ്ങി. പെട്ടെന്നാണ് മാർക്ക് ഫെല്ലർക്ക് ചുറ്റും ഒരു ചുഴി പോലെ ആ സോളുകൾ കറങ്ങി തുടങ്ങിയത്. അതിങ്ങനെ കറങ്ങുമ്പോൾ ആ സോളുകളുടെ മുഖത്ത് ഒരു ആർത്തി കാണാനുണ്ട്. ഏതാണ്ട് കറുത്ത നിറത്തിലുള്ള ആ സോളുകൾ മാർക്ക് ഫെല്ലർ തന്നെ നോക്കിക്കൊണ്ടാണ് അങ്ങനെ കറങ്ങുന്നത്. മാർക്കിന്റെ സോളിനെ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു സ്റ്റേജിലേക്ക് ആ സോളുകൾ കടക്കുകയാണ്. മാർക്ക് അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴേക്കും പെട്ടെന്ന് ആ സോളുകളെല്ലാം കൂടെ ഒരൊറ്റ ജമ്പ് മാർക്കിന്റെ തല മുതൽ കാൽപാദം വരെ ഉറുമ്പുകൾ പറ്റിപ്പിടിക്കും പോലെ ആ സോളുകൾ അങ്ങ് പറ്റിപ്പിടിച്ചു. ഈ സമയത്ത് സീതു റിച്ചാർഡിന്റെ മുഖത്ത്
ഒരു വല്ലാത്ത പുഞ്ചിരിയുണ്ട്. സോളുകളെ ഉപയോഗിച്ച് ആളുകളെ കൊല്ലുന്നതിൽ അഗ്രഗണ്യനാണ് സീതു റിച്ചാർഡ്. ആ സീതു കൗതുകത്തോടെ മാർക്ക് ഫെല്ലറുടെ ആ അവസ്ഥ നോക്കിക്കാണുകയാണ്. മാർക്കിന്റെ എൻറ്റയർ ബോഡിയിലും പറ്റിപ്പിടിച്ചിരിക്കുന്ന ആ സോളുകളുടെ ലക്ഷ്യം മാർക്കിന്റെ സോളാണ്. ആ സോളുകൾ മാർക്കിന്റെ പുറത്തേക്ക് പറ്റിപ്പിടിച്ചതും മാർക്കിന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. മാർക്ക് ഒന്ന് കണ്ണടച്ച് ഒരു സ്പെല്ല് പതുക്കെ പറഞ്ഞു തുടങ്ങി. മാർക്കിന്റെ ആ സ്പെല്ല് മാർക്ക് പറഞ്ഞു നിർത്തിയതും പെട്ടെന്ന് മാർക്കിന്റെ ബോഡിയിൽ നിന്ന് ഒരു പ്രകാശം പുറത്തേക്ക് വന്നു. മാർക്കിന്റെ ബോഡിയിലെ ആ സുവർണ പ്രകാശം ബോഡിയിൽ നിന്ന് പുറത്തു വന്നതും ആ പ്രകാശം മാർക്കിന് ചുറ്റും പതുക്കെ കറങ്ങി തുടങ്ങി. ഒരു ചുഴി പോലെ ആ പ്രകാശം അങ്ങ് മാറി. സോൾ ടോർമെന്റ് ടെക്നിക് എന്ന് മാർക്ക് അലറുമ്പോഴേക്കും ആ ചുഴിയിൽ മാർക്കിനെ വലയം ചെയ്ത മാർക്കിന്റെ പുറത്തേക്ക് ചാടി വീണ സകല സോളുകളും പെട്ടു. ആ നിയന്ത്രിത ഏരിയക്കകത്തുള്ള മുഴുവൻ സോളുകളും ഒന്നടങ്കം ആ ചുഴിയുടെ ഭാഗമായി മാറുകയാണ്. ആ ചുഴിയുടെ ഭാഗമായി മുഴുവൻ സോളുകളും മാറുമ്പോൾ ഒരു കൗതുകം സ്വാഭാവികമായും റിച്ചാർഡിന്റെ കണ്ണുകളിലുണ്ട്. അയാള് കൗതുകത്തോടെ മാർക്കിനെ നോക്കുമ്പോൾ ആ കറങ്ങി വന്ന ആ ചുഴിയുടെ ഒരറ്റം മാർക്കിന്റെ വായ്ക്ക് നേരെയായി. മാർക്ക് വാ തുറന്നു പിടിച്ചിരിക്കുകയാണ്. സീതു റിച്ചാർഡിനെ അമ്പരപ്പിച്ചുകൊണ്ട് അയാൾ സൃഷ്ടിച്ച ആ സോളുകൾ ആ ഒഴുക്കിൽ മാർക്കിന്റെ വായ്ക്കകത്തേക്ക് അങ്ങ് പ്രവേശിച്ചു തുടങ്ങി. ഏതാനും സെക്കൻഡിൽ കഴിഞ്ഞതും അവിടെ റിച്ചാർഡ് സൃഷ്ടിച്ച മുഴുവൻ സോളുകളും മാർക്ക് അങ്ങ് വിഴുങ്ങി കഴിഞ്ഞു. മാർക്ക് ആ സോളുകളെ കറമുറെ തിന്നുന്നത് റിച്ചാർഡിന് നന്നായി കാണാം. അയാൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാഴ്ചയാണ് അയാൾ കണ്ടത്. അയാള് ഈ പറഗേറ്ററിയിൽ കാലങ്ങളായി ഉണ്ട്. അയാളൊരു 9th ലെവൽ ട്രൂ സെയിന്റ് ആണ്. അയാൾ വളരെ പാടുപെട്ട് പഠിച്ചെടുത്ത ഒരു ടെക്നിക്കാണ് ഈ സോളുകൾ ഉപയോഗിച്ചുള്ള അറ്റാക്കിംഗ് ടെക്നിക്ക്. ആ അറ്റാക്കിംഗ് ടെക്നിക്കാണ് ഇവിടെ ഇതാ മാർക്ക് ഫെല്ലർ നിഷ്പ്രയാസം കൺട്രോൾ ചെയ്തിരിക്കുന്നത്. കൺട്രോൾ ചെയ്തെന്ന് മാത്രമല്ല, അയാൾ സൃഷ്ടിച്ച സോളുകളൊക്കെ മാർക്ക് സ്വന്തം ശക്തിക്ക് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്തിരിക്കുകയാണ്. ആ സോളുകൾ മുഴുവൻ മാർക്കിന്റെ ഉള്ളിലേക്ക് കടന്നതും മാർക്ക് ഒരു ഏമ്പക്കം വിട്ടു. കൊള്ളാം, ശരിക്കും ഒരു നല്ല ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ നമ്മളൊരു ഏമ്പക്കം വിടുന്ന അതേ ശൈലിയിൽ മാർക്ക് അങ്ങനെ ഒരു ആക്ഷൻ കാണിച്ചതും സീതു റിച്ചാർഡിന്റെ മുഖം ഒന്ന് വിളറി. അയാള് ഒന്നും മിണ്ടാതെ ഒരൊറ്റ കുതിപ്പ്. 9th ലെവലുകാരനായ ആ ട്രൂ സെന്റിന്റെ ട്രൂ ബോഡിയുടെ പവർ മാർക്ക് ഫെല്ലർക്ക് കാണിച്ചു കൊടുക്കാനുള്ള ഒരു ആവേശം അയാളുടെ ആ മുന്നോട്ടുള്ള കുതിപ്പിലുണ്ട്. മുന്നോട്ട് അയാൾ കുതിച്ചു വന്നതും സ്വാഭാവികമായിട്ടും മാർക്ക് ഫെല്ലറുടെ വലത് കൈ അത് റിസീവ് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞു. മുന്നോട്ട് കുതിച്ചു വന്ന സീതു റിച്ചാർഡിന്റെ വലം കൈയും മാർക്ക് ഫെല്ലറുടെ വലം കൈയും തമ്മിൽ രണ്ട് കൂടങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടും പോലെ ഒരൊറ്റ ഇടി. ശരിക്കും തീപ്പൊരി ചിതറിയെന്ന് പറയാം. ഈ സമയത്ത് ചുറ്റുമുള്ള ആ നിയന്ത്രിത സ്പേസൊക്കെ അങ്ങ് മാറി. ആ നിമിഷത്തിൽ മാർക്കിനെയും റിച്ചാർഡിനെയും മില്ലി ഉൾപ്പെടെയുള്ള ആളുകൾക്കൊക്കെ കാണാം. മറ്റു മലകളിലും താഴ്വാരത്തുമായി ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ ആ കാഴ്ച കാണുകയാണ്. ശരിക്കും ഈ പറഗേറ്റർ എന്ന് പറയുന്നത് വൃത്താകൃതിയിലുള്ള ഒരു സ്ഥലമാണ്. 1ാം ലെവൽ, 2ാം ലെവൽ, 3ാം ലെവൽ എന്ന് പറയും പോലെ ഓരോ ലെവലിന്റെയും അകത്താണ് അടുത്ത ലെവൽ. ഇപ്പോ മാർക്ക് എത്തി നിൽക്കുന്നത് 8th ലെവലിലാണ്. തൊട്ടടുത്തുള്ളത് 9th ലെവലാണ്. 9th ലെവൽ എന്ന് പറയുന്നത് പറഗേറ്ററിന്റെ ഏതാണ്ട് സെൻട്രൽ ഭാഗമാണ്. അതിന്റെ പെരിഫറൽ, അതിന്റെ ഇപ്പുറത്താണ് ഇപ്പൊ യഥാർത്ഥത്തിൽ മാർക്ക് ഫെല്ലറും റിച്ചാർഡും തമ്മിൽ ഫൈറ്റ് ചെയ്യുന്നത്. റിച്ചാർഡിന്റെ അതിശക്തമായ പഞ്ചുകൾക്ക് അതേ ശൈലിയിൽ മാർക്ക് ഫെല്ലർ മറുപടി കൊടുക്കുകയാണ്. രണ്ടുപേരും ആകാശത്തേക്ക് ചാടി ഉയർന്നും തറയിൽ നിന്നും ഒക്കെ പരസ്പരം ഫൈറ്റ് ചെയ്യുമ്പോൾ ചുറ്റും കാണുന്ന സകലതും തവിട പൊടിയാവുകയാണ്. 9th ലെവൽ ട്രൂ സെന്റിന്റെ ബോഡിക്ക് അതിൻ്റെതായ ബലമുണ്ട്. ശരിക്കും ഉരുക്ക് പോലെയാണ് ആ ട്രൂ സെന്റിന്റെ ബോഡി. മാർക്ക് ഫെല്ലറുടെ ബോഡി നേരത്തെ തന്നെ 9th ലെവലിലെ ബോഡിക്ക് സമാനമായി മാർക്ക് ഒരുക്കിയെടുത്തിട്ടുണ്ട്. മാർക്കിന്റെ ബോഡി മാർക്ക് ഒരുപാട് ടെക്നിക്കൽ വഴി ഫോം ചെയ്തെടുത്തതാണ്. ആ ബോൺ കൾട്ടിവേഷൻ വാട്ടറും ഫയർ കോണ്ടിനെന്റിലെ ആ ലാവയൊക്കെ മാർക്കിന്റെ ബോഡിയെ ബിൽഡ് ചെയ്തതിന് മാർക്കിന് സഹായിച്ച കാര്യങ്ങളാണ്. ആ ബോഡി അതുകൊണ്ട് തന്നെ ഈ 9th ലെവലിലെ റിച്ചാർഡിന്റെ ഇടികൾക്ക് വേണ്ടി നിന്നു കൊടുക്കാൻ പര്യാപ്തമായ ബോഡിയൊന്നുമല്ല. മാർക്ക് തിരിച്ചിടിക്കുമ്പോൾ റിച്ചാർഡിന് അത് ബോധ്യമാവുന്നുണ്ട്. മാർക്കിന്റെ പഞ്ചുകൾ അനുനിമിഷം റിച്ചാർഡിലേക്ക് പെയ്തിറങ്ങുമ്പോൾ റിച്ചാർഡും അതുപോലെ മാർക്കിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അറ്റാക്കിംഗ് കപ്പാസിറ്റിയിൽ രണ്ടുപേരും ഏതാണ്ട് തുല്യരാണെന്ന് പറയാം. മാർക്ക് പെട്ടെന്ന് റിച്ചാർഡിനോട് പറഞ്ഞു, ഈ ഷോ ഇനി നീട്ടിക്കൊണ്ടു പോകുന്നില്ല. അങ്ങനെ പറഞ്ഞ മാർക്ക് തന്റെ ഇടത് കൈ ഉയർത്തിയതും മാർക്കിന്റെ ഇടത് കൈയിൽ ആ 9 ഫയർ ഡ്രാഗണുകൾ പ്രത്യക്ഷപ്പെട്ടു. ആ ഫയർ കോണ്ടിനെന്റിലെ ഇന്നർ കോർ കൊണ്ട് മാർക്ക് സൃഷ്ടിച്ച ആ തീ തുപ്പുന്ന 9 ഡ്രാഗണുകളും മാർക്കിന്റെ പുറകിലായി അങ്ങനെ വന്നതും റിച്ചാർഡും
അയാളുടെ മാന്ത്രിക സ്പെല്ല് ആക്ടിവേറ്റ് ചെയ്തു. ഈ നിമിഷത്തിൽ അയാളുടെ ചുറ്റുമായി 100 കണക്കിന് പൂക്കളുണ്ടായി. ആ പൂക്കളും മാർക്കിന്റെ ഡ്രാഗണും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലാണ് തുടർന്ന് നടന്നത്. ആ പൂക്കൾ വെറും പൂക്കളല്ല, കണ്ടാൽ പൂ പോലെ തോന്നുമെങ്കിലും ആകാശത്തെ നക്ഷത്രങ്ങളെ അനുസ്മരിപ്പിക്കുന്ന ശൈലിയിലുള്ള പവർ അതിനുണ്ട്. പവർഫുള്ളായ ആ ഫ്ലവർ സ്റ്റാറുകൾ ഉപയോഗിച്ചുകൊണ്ട് റിച്ചാർഡ് മാർക്കിന്റെ ആ ഫയർ ഡ്രാഗണെ എതിരിടുകയാണ്. ഫയർ ഡ്രാഗണുകളും ആ ഫ്ലവേഴ്സ് തമ്മിലുള്ള അതിശക്തമായ ഫൈറ്റ് ആ 8th ലെവലിനെ ഏതാണ്ട് തകിടം മറിക്കുകയാണെന്ന് പറയാം. മണ്ണും മഞ്ഞും മരങ്ങളും എല്ലാം സകല സ്ഥലത്തേക്കും ചിതറുകയാണ്. മാർക്ക് ഫെല്ലർ റിച്ചാർഡിനോട് പറഞ്ഞു, ഇനി നമുക്ക് അവസാന ഘട്ടത്തിലേക്ക് കടക്കാം. അങ്ങനെ പറഞ്ഞ മാർക്ക് ഫെല്ലർ അടുത്ത നിമിഷം ബാറ്റിൽ വേർഡ് ഫോർമുലയുടെ 8th ലെവൽ ആക്ടിവേറ്റ് ചെയ്ത് കണ്ണഞ്ചിക്കുന്ന വേഗതയിൽ ലൈൻ വേർഡ് ഫോർമുലയിൽ ആ ഷൂവിന്റെ സഹായത്തിലൂടെ റിച്ചാർഡിന്റെ തൊട്ടു മുന്നിലെത്തി. ആ ഫയർ ഡ്രാഗൺസും സ്റ്റാറുകളും തമ്മിലുള്ള ആ യുദ്ധം അങ്ങനെ നടക്കുന്നതിനിടയിൽ മാർക്ക് പെട്ടെന്ന് റിച്ചാർഡിന്റെ കൺമുന്നിൽ വന്നതും റിച്ചാർഡിന്റെ കണ്ണ് തള്ളിയതുപോലെയായി. അയാൾ ആ കാഴ്ച കണ്ടതും അതിവേഗം പുറകോട്ട് മൂവ് ചെയ്യാണ്. പക്ഷേ ആ നിമിഷത്തിൽ മാർക്കിന്റെ അതിശക്തമായ ഒരു പഞ്ച് അയാളുടെ നെഞ്ചിലേക്ക് പതിക്കുകയും ചെയ്തു. അയാൾ അതിവേഗം പുറകോട്ട് മാറിയോണ്ട് അയാളുടെ നെഞ്ചിൽ പൂർണ്ണമായും മാർക്കിന്റെ ഇടി വീണിട്ടില്ല. ഒരുപാട് പുറകോട്ട് മാറിയ അയാൾ മാർക്കിനെ ഒന്ന് നോക്കിയിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് അപ്രത്യക്ഷമായി. റിച്ചാർഡ് സകലിനെ അമ്പരപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന് അപ്രത്യക്ഷമായതും മാർക്ക് ഫെല്ലർ ഒന്ന് നിന്നു. ശരിക്കും മാർക്ക് റിച്ചാർഡിനെ തോൽപ്പിക്കുമെന്ന് ആരും കരുതിയിരുന്നില്ല എന്ന് ഈ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്ന കൾട്ടിവേറ്റേഴ്സിന്റെയൊക്കെ മുഖം നോക്കുന്ന ആർക്കും അറിയാം. 9th ലെവലിലെ ട്രൂ സെയിന്റ് ആണ് സീതു റിച്ചാർഡ്. അയാള് ആ 8th ലെവൽ പർഗേറ്ററിയിലെ ഒരു ലെജൻഡാണ്. ആ 8th ലെവൽ പർഗേറ്ററിയിൽ സകലരും എത്രയോ കാലങ്ങളായി സീതു റിച്ചാർഡിനെ കാണുന്നതാണ്. സീതു റിച്ചാർഡിനെ പോലെ ശക്തനാകണമെന്നുള്ളതാണ് പല കൾട്ടിവേറ്റേഴ്സിന്റെയും അവസാനത്തെ ആഗ്രഹം. ആ സീതു റിച്ചാർഡ് ഇത് മാർക്ക് ഫെല്ലറോട് ഫൈറ്റ് ചെയ്യാൻ പറ്റാതെ അവിടുന്ന് പിന്മാറിയിരിക്കുകയാണ്. മാർക്കും ചുറ്റൊന്ന് നോക്കി. അയാൾ ഒളിച്ചോടുമെന്ന് മാർക്ക് തീരെ കരുതിയിരുന്നില്ല. സീതു റിച്ചാർഡ് എന്തായാലും അവിടുന്ന് ഒളിച്ചോടിയെന്ന് മനസ്സിലാക്കിയതും അവിടേക്ക് മിലി ഓടിയെത്തി. മാർക്ക്, നീ എന്നെ വല്ലാതെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. ആ റിച്ചാർഡിനെ നീ തോൽപ്പിക്കുമെന്ന് ഞാൻ തീരെ കരുതിയിരുന്നില്ല. അങ്ങനെ മിലി പറയുമ്പോൾ അനവധി ഫൈറ്റേഴ്സ് അവിടേക്ക് ഓടിയെത്തി. മാർക്ക് ഫെല്ലറും റിച്ചാർഡും തമ്മിലുള്ള ആ ഫൈറ്റിൽ മാർക്കിനും ഗുരുതരമായി പരിക്കേറ്റുകയാണ്. മാർക്കിന്റെ എൻറ്റയർ ഊർജവും മാർക്ക് റിച്ചാർഡിനെ തോൽപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചതാണ്. ഈ സമയത്ത് മാർക്ക് ഫെല്ലറെ തോൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് സിമ്പിൾ കാര്യമാണ്. ആ ഒരു ധാരണ ആ കൾട്ടിവേറ്റേഴ്സിനൊക്കെ ഉണ്ട്. അവരൊക്കെ പലതരത്തിലുള്ള ഫൈറ്റുകളിൽ ഏർപ്പെടുന്നവരാണല്ലോ. നമ്മുടെ കഴിവിന്റെ പരമാവധി നമ്മൾ ശ്രമിച്ചിട്ട് പറ്റാതെ വരുമ്പോൾ നമ്മുടെ ശരീരത്തിലെ എല്ലാ സ്റ്റോർഡ് ഊർജവും നമ്മളെടുത്ത് ഉപയോഗിക്കും. മാർക്ക് ഫെല്ലർ അവസാനം ഉപയോഗിച്ച ആ ഫയർ ഡ്രാഗണിന് വേണ്ട ഊർജ്ജം മുഴുവൻ മാർക്കിന്റെ ഇന്റേണൽ എനർജിയാണ്. ആ ഇന്റേണൽ എനർജി അവിടെ കത്തി തീർന്നിട്ടുണ്ടെങ്കിൽ മാർക്ക് ഇപ്പോൾ ഒരു വാഴത്തട പോലെ നിൽക്കുന്നുണ്ടാവും. ഈ സമയത്ത് മാർക്കിനെ തൊട്ടാൽ മാർക്ക് തീരും. അതറിയാവുന്ന കൾട്ടിവേറ്റേഴ്സ് ഓടി മാർക്കിന്റെ അടുത്തേക്ക് പാഞ്ഞു വന്നതും മിലി അവർക്ക് മുന്നിലേക്ക് കയറി. മിലി മാർക്കിനോട് പറഞ്ഞു, ഇവരെ ഞാൻ നോക്കിക്കോളാം. മിലി മാർക്കിന് സംരക്ഷണം കൊടുക്കാമെന്ന് നേരത്തെ പറഞ്ഞതാണ്. മാർക്കും അതുപോലെ റിച്ചാർഡും തമ്മിലുള്ള 1-to-1 ഫൈറ്റിൽ മിലി ഇടപെട്ടില്ല. പക്ഷേ കൂട്ടത്തോടെ മാർക്കിനെ ആക്രമിക്കാൻ വന്നാൽ അത് അനുവദിച്ചു കൊടുക്കാൻ മിലിക്ക് പറ്റത്തില്ല. മിലി ഒരു വല്ലാത്ത ലെജൻഡാണ്. മിലിയും നേരത്തെ പറഞ്ഞ റിച്ചാർഡിനെ പോലെ സകലരും അറിയുന്ന ഫൈറ്ററാണ്. മിലിയുടെ താവളം 7th ലെവൽ പർഗേറ്ററിയാണ്. ആ 7th ലെവൽ പർഗേറ്ററിയിലെ ആ ബോൺ കൾട്ടിവേഷൻ റിവറിൽ എപ്പോഴും കൾട്ടിവേറ്റ് ചെയ്യുന്ന വ്യക്തിയാണ് മിലി. ആ മിലിയെ എല്ലാവർക്കും അറിയാം. അതിശക്തിയാണ് മിലി. മിലിയോട് ഏറ്റുമുട്ടിയാൽ ജീവനോട് തിരിച്ചു പോകാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം അറിയാവുന്ന കൾട്ടിവേറ്റേഴ്സ് പെട്ടെന്ന് അവിടുന്ന് പിൻവാങ്ങി. അത് കണ്ടതും മാർക്ക് ഫെല്ലർ മിലിയോട് പറഞ്ഞു, ഞാൻ ആ പീക്കിലേക്ക് കയറുകയാണ്. റിച്ചാർഡ് ഇരുന്ന മലയുടെ മുകളിലേക്ക് മാർക്ക് ഫെല്ലർ കയറി. മാർക്ക് അവിടേക്ക് കയറിയപ്പോൾ മിലിയും മാർക്കിനൊപ്പം അവിടേക്ക് എത്തി. അവിടേക്ക് എത്തിയ മാർക്ക് ഫെല്ലർ പെട്ടെന്ന് അമ്പരപ്പോടെ വലതു ഭാഗത്തായി കാണുന്ന മലയുടെ ഭാഗത്തേക്ക് നോക്കി. ഹീമൻ ഇരിക്കുന്ന മലയുടെ ഭാഗത്തേക്കാണ് മാർക്കിന്റെ നോട്ടം. അവിടെ അസ്വാഭാവികമായ എന്തോ ചിലത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ള ഒരു തോന്നൽ മാർക്കിനുണ്ടായി. മാർക്ക് അങ്ങോട്ട് നോക്കുമ്പോൾ അവിടെ യഥാർത്ഥത്തിൽ ചില കാര്യങ്ങൾ സംഭവിക്കുകയാണ്. മാർക്കിനെ ആ സോളിറ്ററി ക്ലൗഡ് സിറ്റിയിൽ വെച്ച് അമ്പുകൾ കൊണ്ട് നേരിട്ട ആ മൗറിഷ് മാൻ, അയാളും 2 ആളുകളുമാണ് ഹീമനിന്റെ ആ മലയിലേക്ക് ഇരച്ചു കയറിയിരിക്കുന്നത്. ഹീമൻ കണ്ണുകൾ അടച്ച് ധ്യാനത്തിലാണ്. അയാളുടെ ആ കൾട്ടിവേഷൻ നടക്കുന്ന സമയത്ത് അയാൾ ആക്രമിച്ച് കൊലപ്പെടുത്താനായിട്ട് മൗറിഷ് മാനും അതിശക്തരായ 2 യോദ്ധാക്കളുമായി അവിടെ എത്തിയിരിക്കുന്നതാണ്.
ഹീമനെ അവസാനിപ്പിച്ചതിന് ശേഷം മാർക്കിനെ അവസാനിപ്പിക്കണം. അതാണ് ഈ മൗറിഷ്മാന്റെ ടാർഗറ്റ്. ഹീമാൻ അതൊന്നും അറിയാതെ ആ ധ്യാനത്തിൽ ഇരിക്കുമ്പോൾ ആ മലയിലേക്ക് പാഞ്ഞു വന്ന മൗറിഷ്മാന്റെ കൂടെയുള്ള ആള് ആകാശത്തിലേക്ക് ഉയർന്ന് ഒന്ന് താഴേക്ക് ആഞ്ഞു വെട്ടി. അയാളുടെ കയ്യിലുള്ള അതിശക്തമായ സോഡിൽ നിന്ന് ഒരു സോഡ് പ്രകാശം ഹീമന്റെ നേരെ പാഞ്ഞു വരികയാണ്. ഈ കാഴ്ച ഇവിടെ റിച്ചാർഡിന്റെ മലയുടെ മുകളിൽ നിൽക്കുന്ന മാർക്ക് ഫെല്ലർ കണ്ടു. മാർക്ക് പെട്ടെന്ന് മാർക്കിന്റെ ആ ബൂട്ടിന്റെ സഹായത്തോടു കൂടി ലൈൻ വേർഡ് ഫോർമുലയിൽ ഒന്ന് മുന്നോട്ട് കുതിച്ചു. മാർക്ക് ഫെല്ലർ അതിവേഗം ആ ഹീമന്റെ മലയ്ക്കെതിരെ കുതിക്കുന്നത് മിലിയും കണ്ടായിരുന്നു. മിലിക്ക് എന്തെങ്കിലും പറയാൻ കഴിയും മുമ്പ് മാർക്ക് ഹീമന്റെ മലയുടെ മുകളിലെത്തി. ആ നിമിഷത്തിലാണ് ആ മൗറിഷ്മാന്റെ സഹായി ആകാശത്ത് നിന്ന് താഴേക്ക് ആഞ്ഞു വെട്ടുന്നത്. അയാൾ ആകാശത്തേക്ക് കുതിച്ചപ്പോൾ തന്നെ മാർക്ക് ഫെല്ലർ ഈ മലയിൽ നിന്ന് അങ്ങോട്ട് കുതിച്ചിരുന്നു. അയാളുടെ ആ സോഡ് പ്രകാശം ഹീമന്റെ അടുത്ത് എത്താറായതും മാർക്ക് ഫെല്ലറുടെ അതിശക്തമായ ഒരു പഞ്ച് ആ ലൈറ്റിനെതിരെ പതിച്ചു. മാർക്കിന്റെ ആ സൂര്യൻ ഗ്ലൗ ഒരു വൻ പ്രകാശമാണ് അവിടെ ആ നിമിഷം സൃഷ്ടിച്ചത്. സൂര്യന്റെ ആ ഗ്ലൗവിൽ നിന്ന് ആ 9 ഡ്രാഗണുകൾ അതിവേഗം ജ്വലിക്കുകയും ആ സോഡ് ലൈറ്റിനെ ഇടിച്ച് തകർക്കുകയും ചെയ്തു. തന്റെ തലയ്ക്ക് മുകളിൽ ഒരു വൻ സ്ഫോടനം കേട്ട ഹീമൻ കണ്ണു തുറക്കുമ്പോൾ ഇടതു ഭാഗത്ത് മൗറിഷ്മാനും വലതു ഭാഗത്ത് വേറൊരു വ്യക്തിയും അയാളുടെ കണ്ണിപ്പെട്ടു. ആ നിമിഷത്തിൽ ഹീമൻ കയ്യിൽ നനക്കി. ഹീമന്റെ ഇടത് കൈയിൽ ഒരു സോഡ് വന്നു. ആ സോഡ് അതേ വേഗത്തിൽ ചലിക്കുകയും ചെയ്തു. നമ്മൾ അമ്പരപ്പിക്കുന്ന ആ കാഴ്ച തുടർന്ന് കാണുകയാണ്. മൗറിഷ്മാൻ എന്ന ആ വ്യക്തിയുടെ കഴുത്ത് അറ്റ് ആ വളയം കടന്നുപോയി. ആ നിമിഷത്തിൽ മാർക്ക് ഫെല്ലർ ഹീമന്റെ ഇടതു ഭാഗത്തെത്തിയിരുന്നു. മാർക്കിന്റെ അതിശക്തമായ പഞ്ച് അതേ നിമിഷത്തിൽ ഈ മൗറിഷ്മാന്റെ അടുത്തുണ്ടായിരുന്ന രണ്ടാമത്തെ വ്യക്തിയുടെ നെഞ്ചി പതിച്ചു. മാർക്കിന്റെ ഇടിയേറ്റ് അവൻ ആ മലയുടെ മുകളിൽ നിന്ന് ഒരുപാട് താഴേക്ക് പോയി. അവൻ യഥാർത്ഥത്തിൽ മൗറിഷ്മാന്റെ അടുത്തുനിന്ന് ഹീമനെതിരെ കുതിക്കുകയായിരുന്നു. കുതിക്കുന്ന അവന്റെ കയ്യിൽ ഒരു വലിയ കത്തി ഉണ്ടായിരുന്നു. ആ കത്തി കൊണ്ട് ഹീമന്റെ നെഞ്ചിലേക്ക് ആഞ്ഞ് കുത്തുക എന്നുള്ളതായിരുന്നു അവന്റെ ടാർഗറ്റ്. അതിന് തൊട്ടു മുന്നെയാണ് മാർക്കിന്റെ ഇടി അവന്റെ നെഞ്ചി പതിച്ചത്. മാർക്ക് ഒരേ നിമിഷത്തിൽ 2 അറ്റാക്കാണ് യഥാർത്ഥത്തിൽ തടുത്തത്. മാർക്ക് തന്റെ സോഡ് ലൈറ്റ് തകർത്തതും താഴെ ഹീമൻ ആ മൗറിഷ്മാന്റെ തല അറുത്തതും കൂടെയുള്ള ആള് മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് പതിച്ചതൊക്കെ ആകാശത്തുള്ള ആ സോഡ്മാൻ കണ്ടു. അയാൾ അതിവേഗതയിൽ എങ്ങോട്ടങ്ങ് പാഞ്ഞു പോവുകയായിരുന്നു. അയാൾ പോയ ദിക്കിലേക്ക് ഹീമാൻ ഒന്ന് നോക്കി. അതിനുശേഷം അയാൾ തിരിഞ്ഞ് മാർക്കിനോട് പറഞ്ഞു, താങ്ക് യു മാർക്ക്. ഓക്കെ ബ്രദർ. അങ്ങനെ പറഞ്ഞതിന് ശേഷം മാർക്ക് ഫെല്ലർ മാർക്കിന്റെ ആ 8th മലയിലേക്ക് മടങ്ങിയെത്തി. അവിടെ എത്തിയപ്പം മിലി മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, നീ ശരിക്കും അപകടത്തെയാണ് വില കൊടുത്ത് വാങ്ങുന്നത്. സീനിയർ, അങ്ങനെ പറയരുത്. ഒരു നിരപരാധി തികച്ചും അപ്രതീക്ഷിതമായി കൊല്ലപ്പെടുന്നത് കണ്ടു നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. മാർക്ക്, നീ പറയുന്നത് എനിക്ക് മനസ്സിലാകാഞ്ഞിട്ടല്ല ഞാൻ നിന്നോട് പറഞ്ഞത്. നീ അവിടേക്ക് ചെന്നപ്പോൾ നിന്നെ എതിരിട്ട ആളുകൾ യഥാർത്ഥത്തിൽ അതിശക്തരാണ്. മിലിക്ക് ആ ആളുകളെ അറിയാം. മൗറിഷ്മാൻ പോലും 8th ലെവൽ ട്രൂ സെയിന്റ് ആണ്. മാർക്കിന്റെ ഇടിയേറ്റ് തെറിച്ച ആ ട്രൂ സെയിന്റും മാർക്കിന്റെ ആ 9 ഡ്രാഗൺസിന്റെ അറ്റാക്കിൽ സോഡ് ലൈറ്റ് തകർന്ന ആ ആളും 9th ലെവൽ ട്രൂ സെയിന്റുകളാണ്. ആ 8th പീക്കിലേക്ക് മടങ്ങിയ മാർക്ക് ഫെല്ലർ അവിടെ ചമ്രം പടിഞ്ഞിരുന്നിട്ട് ചുറ്റുമുള്ള സ്പിരിച്വൽ എനർജി വലിച്ചെടുത്തു തുടങ്ങി. ട്രേസ്ലെസ് എമോർട്ടൽ സ്ക്രിപ്ചറിനകത്തുനിന്ന് മാർക്കിന് ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉപയോഗിക്കാൻ പറ്റും. മാർക്ക് ആ സ്പിരിച്വൽ എനർജി വൻതോതിൽ വലിച്ചെടുക്കാൻ തുടങ്ങിയതും ആ എൻറ്റയർ മേഖലയിൽ നിന്ന് സ്പിരിച്വൽ എനർജി മാർക്കിന് നേരെ അങ്ങനെ പാഞ്ഞു വരികയാണ്. ശരിക്കും അതിങ്ങനെ ഒഴുകി വരികയാണെന്ന് പറയാം. ആ ഒഴുകി വരുന്ന എനർജി മാർക്കിന് ചുറ്റും ഒരു വലയം തീർത്തു. ആ വലയം ഒരു ചുഴി പോലെയായി. ആ ചുഴി മാർക്കിനെ സ്പർശിക്കുന്ന നിമിഷത്തിൽ ആ ചുഴിയിലെ സ്പിരിച്വൽ എനർജി മാർക്കിന്റെ ബോഡിയിൽ അങ്ങ് അപ്രത്യക്ഷമാവുകയാണ്. ഈ കാഴ്ച മിതാമിലി വല്ലാത്തൊരു അമ്പരപ്പോടെയും അത്ഭുതത്തോടെയും അങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സ്പിരിച്വൽ എനർജി ആ ശരീരയിൽ ബ്രീത്ത് ചെയ്തെടുക്കുന്ന ഒരാളെ ആദ്യമായിട്ട് അവർ കാണുന്നത്. ഇതേ കൗതുകം അവിടെ താഴ്വാരത്തുള്ള ആളുകൾക്കുമുണ്ട്. അവർക്കൊക്കെ അത് വിസിബിളാണ്. അവിടെ ആ 8th പർഗറ്ററിയിൽ വളരെ കട്ടിക്ക് തന്നെ സ്പിരിച്വൽ എനർജി ഉണ്ട്. ആ സ്പിരിച്വൽ എനർജിയുടെ മൂവ്മെന്റ് സ്വാഭാവികമായിട്ടും മേഘങ്ങളുടെ മൂവ്മെന്റ് പോലെ അതുകൊണ്ട് തന്നെ ഫീൽ ചെയ്യും. ആ മേഘങ്ങൾ മാർക്കിനടുത്തേക്ക് വന്ന് ആ മലയിൽ അപ്രത്യക്ഷമാകുന്ന അതീവ രസകരമായ ആ കാഴ്ച കണ്ട് അവർ പരസ്പരം അറിയാതെ പറഞ്ഞു പോവുകയാണ്, ഹേയ്, ഈ മാർക്കിൻ്റെ ബ്രീത്തിങ് എക്സസൈസ് വല്ലാത്തൊരു വ്യതിയാനമുള്ളതാണല്ലോ. നമുക്കാർക്കും എന്തേ അങ്ങനെ വലിക്കാൻ പറ്റാത്തത്? അവരൊക്കെ ബ്രീത്ത് ചെയ്യാറുണ്ട്, സ്പിരിച്വൽ എനർജി വലിച്ചെടുക്കാറുണ്ട്. അവരുടെയൊക്കെ കൾട്ടിവേഷൻ ലെവൽ ഉയർന്നനുസരിച്ച്
വലിച്ചെടുക്കുന്ന ഊർജത്തിന്റെ അളവ് കൂടാറുണ്ട്. പക്ഷെ ഇതൊന്നുമല്ല, ഇതൊരു നദി ഒഴുകി അപ്രത്യക്ഷമാകുകയാണ് മാർക്കിനുള്ളിലേക്ക്. സ്പിരിച്വൽ എനർജിയുടെ ആ ഒഴുക്ക് മാർക്കിന്റെ ബോഡിയിലേക്ക് അങ്ങനെ കയറി വരുമ്പോൾ മാർക്ക് തൻ്റെ ആ ബ്രീതിങ് പരിപാടിക്കൊപ്പം ഒരു കാര്യം കൂടി ആക്ടിവേറ്റ് ചെയ്തു. സോൾ ടോർമെന്റ് ടെക്നിക്കാണ് മാർക്ക് ആക്ടിവേറ്റ് ചെയ്തത്. ആ 8th പർഗറ്ററിയിൽ കൊല്ലപ്പെട്ട മരിച്ചുപോയ ആയിരങ്ങൾ പതിനായിരങ്ങളുണ്ട്. അവരുടെയൊക്കെ സോളുകൾ, ആത്മാക്കൾ അവിടെയുണ്ട്. മാർക്ക് ആ ആത്മാക്കളെ വലിച്ചെടുക്കുകയാണ്. മാർക്കിന്റെ സോളിനെ ബലപ്പെടുത്താൻ മറ്റ് ആത്മാക്കൾ ഉപയോഗിച്ച് പറ്റുമെന്ന് ഒരു കാര്യം മാർക്ക് ഇതിനിടയിൽ പഠിച്ചിട്ടുണ്ട്. മാർക്കിന്റെ പിതാവിൽ നിന്നാണ് ആക്ച്വലി മാർക്ക് ആ ടോർമെന്റ് ടെക്നിക്ക് പഠിച്ചത്. ഡിവൈൻ സെൻസ് തകരാറിലായ സമയത്ത് മാർക്ക് മറ്റു ആളുകളുടെ ഡിവൈൻ സെൻസ് വിഴുങ്ങി ആ ഡിവൈൻ സെൻസ് ശരിക്കും ശക്തിപ്പെടുത്തിയിരുന്നു. അങ്ങനെ ശക്തിപ്പെടുത്തിയപ്പോൾ മാർക്കിന്റെ ഉള്ളിൽ 2 ഡിവൈൻ സെൻസുകൾ രൂപം കൊണ്ടിരുന്നു. കറുത്ത മാർക്ക് ഫെല്ലറും സുവർണ്ണ നിറത്തുള്ള മാർക്ക് ഫെല്ലറും. അവിടെ ആ നെതർ വേൾഡിന്റെ അല്ലെങ്കിൽ ഈ സാത്താൻ സേവക്കാരുടെ ടെക്നിക്കാണ് ഡിവൈൻ സെൻസ് വലിച്ചെടുക്കാൻ മാർക്ക് ഉപയോഗിച്ചത്. പക്ഷെ ഇവിടെ മാർക്കിന്റെ പിതാവിന്റെ ടെക്നിക്ക് ആ തരത്തിലുള്ള പ്രശ്നമുള്ളതല്ല. മാർക്ക് ആ ടെക്നിക്ക് ഉപയോഗിച്ച് അതിശക്തമായി ആ സോളുകൾ വലിച്ചെടുത്തു തുടങ്ങി. അവിടെ യുദ്ധഭൂമിയാണല്ലോ. അവിടേക്ക് വരുന്ന ആളുകൾ പലപ്പോഴും ഡീമനുകളുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെടും. അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ സോളുകളുണ്ട്. മാർക്ക് ആ സോളുകൾ വലിച്ചെടുക്കുന്ന പ്രക്രിയ കൂടി തുടങ്ങിയപ്പോൾ മാർക്ക് ഇരിക്കുന്ന ഭാഗത്തേക്കുള്ള ഊർജത്തിന്റെ ആ ഒഴുക്കിന്റെ വേഗത വർദ്ധിച്ചിരിക്കുകയാണ്. ശരിക്കും നഗ്ന നേത്രം കൊണ്ട് ആളുകൾക്ക് അങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ ഒഴുകുന്ന കാണാം. ദിവസങ്ങൾ അതിവേഗം കടന്നു പോവുകയാണ്. മാർക്ക് ആ ധ്യാനത്തിൽ ലയിച്ചിരിക്കുമ്പോൾ മാർക്കിനെ തന്നെ നോക്കി നിൽക്കുന്ന മിഥ അല്പം മാറി അവരുടെ കൾട്ടിവേഷൻ സ്റ്റാർട്ട് ചെയ്തു. അവരിപ്പോ നിൽക്കുന്നത് 8th ലെവലിലാണ്. ആ 8th ലെവൽ പർഗേറ്ററിക്ക് അകത്തുകൂടിയാണ് യഥാർത്ഥത്തിൽ ആ ബോൺ കൾട്ടിവേഷൻ റിവർ 7th ലെവലിലേക്ക് ഒഴുകിയിറങ്ങുന്നത്. 7th ലെവലിലെ ആ നദിയിലാണ് സാധാരണഗതിയിൽ മിഥ മില്ലിയും അവരുടെ കൾട്ടിവേഷൻ നടത്തുക. അവരിപ്പം 8th ലെവലിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ 8th ലെവലിലെ ബോൺ കൾട്ടിവേഷൻ റിവറിനകത്ത് പ്രാക്ടീസ് ചെയ്യാൻ അവർക്കൊരു എളുപ്പ മാർഗം കിട്ടിയിരിക്കുകയാണ്. മാർക്കിന്റെ സംരക്ഷണത്തിന് വേണ്ടി വന്ന അവർക്ക് അതൊരു വല്ലാത്ത അഡ്വാൻറ്റേജ് ആയി. ആ ബോൺ കൾട്ടിവേഷൻ റിവർ യഥാർത്ഥത്തിൽ 8th ലെവലിൽ നിന്നുമല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്, കുറച്ചുകൂടി ഉള്ളിൽ നിന്നാണ്. 9th ലെവലിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്തിരിക്കുക. ആ പർഗേറ്ററിയുടെ സെൻട്രൽ ഭാഗമാണ് 9th ലെവൽ പർഗേറ്ററി എന്ന് പറയുന്നത്. അവിടെ നിന്ന് ഉത്ഭവിച്ച് 7th ലെവലിൽ എത്തുമ്പോഴാണ് അവർ ഉപയോഗിച്ചിരുന്നത്. 8th ലെവലിലെ ആ ബോൺ കൾട്ടിവേഷൻ വാട്ടറിലേക്ക് അവർ ഇറങ്ങിയപ്പോൾ ആ ജലത്തിന്റെ ഒരു ഗാഢത അവരെ പോലും അതിശയിപ്പിക്കുകയാണ്. ശരിക്കും കുറെ കൂടി പ്യുവർ ആയിട്ടുള്ള വെള്ളത്തിന്റെ സാന്നിധ്യമാണ് അവർ കണ്ടത്. അവർ അതിവേഗം കൾട്ടിവേഷൻ തുടങ്ങി. ആ പർഗേറ്ററിയിലെ ഓരോ ലെവലുകളും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. 1ാമത്തെ ലെവലിൽ നിന്ന് 2ാമത്തെ ലെവലിലേക്ക് കടക്കുമ്പോൾ മാർക്കിന് അനുഭവപ്പെട്ട ആ ഒരു വളർച്ച ഇവിടെ 7th നിന്ന് 8th കടന്നപ്പോൾ മിനിക്കും അനുഭവപ്പെടുകയാണ്. അവര് ആ കൾട്ടിവേഷനിൽ അങ്ങ് ലയിച്ചപ്പോൾ മാർക്കിന്റെ കൾട്ടിവേഷനിൽ ലയിച്ചിരിക്കുകയാണ്. ഏകദേശം ഒരാഴ്ച കഴിഞ്ഞതും മാർക്ക് ഫെല്ലർ അടുത്ത ഒരു ടെക്നിക്ക് കൂടി ആക്ടിവേറ്റ് ചെയ്തു. അത് സോൾ ഷാറ്ററിംഗ് ടെക്നിക്കാണ്. തന്റെ അടുത്തേക്ക് വരുന്ന സോളിനെ മാർക്കിന്റെ സോൾ ഉപയോഗിച്ച് തകർക്കുന്ന ആ ടെക്നിക്ക് മാർക്ക് ഒന്ന് പ്രാക്ടീസ് ചെയ്തു. മാർക്കിന്റെ ആ സോൾ ടോർമെന്റ് ടെക്നിക്ക് മാർക്ക് ആക്ടിവേറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. എല്ലാ സ്ഥലത്തു നിന്നും ആത്മാക്കൾ അവിടേക്ക് ഇങ്ങനെ പാഞ്ഞു വരികയാണ്. അങ്ങനെ പാഞ്ഞു വരുന്ന ആത്മാക്കളെ മാർക്ക് ടാർഗറ്റ് ചെയ്ത് ഒന്ന് പൊട്ടിച്ചു നോക്കി. മാർക്കിന്റെ ആത്മാവ് ഒരു പ്രകാശം പോലെ മുന്നോട്ട് പാഞ്ഞ് ആ ആത്മാവിൽ തട്ടുന്നതും അത് ചിതറും. ശരിക്കും തോക്കുപയോഗിച്ച് ലക്ഷ്യസ്ഥാനങ്ങൾ വെടിവെച്ച് തകർക്കും പോലെ മാർക്ക് നോക്കുന്ന നിമിഷത്തിൽ മാർക്കിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പ്രകാശരശ്മികൾ പാഞ്ഞു പോവുകയാണ്. അത് ചെന്ന് കൊള്ളുന്ന സ്ഥലം തകരും. അത് ഏകദേശം ഒരാഴ്ച പ്രാക്ടീസ് ചെയ്തപ്പോൾ മാർക്കിന് അത് വീണ്ടും ഒന്ന് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു കൗതുകം. മാർക്ക് നോക്കുമ്പോൾ അവിടേക്ക് പിന്നെയും ഡിവൈൻ സെൻസുകളുണ്ട്. തകർക്കപ്പെടാത്ത ഡിവൈൻ സെൻസുകളെ മാർക്ക് ട്രേസ്ലെസ് എമോർട്ടൽ സ്ക്രിപ്ചർ ഉപയോഗിച്ച് മാർക്കിന്റെ ബോഡിയിലേക്ക് ആകർഷിച്ചു തുടങ്ങി. ഡിവൈൻ സെൻസ് മാർക്കിന്റെ അടുത്തേക്ക് വന്നതും മാർക്ക് അതിനെ അബ്സോർവ് ചെയ്തു തുടങ്ങി. അങ്ങനെ അബ്സോർവ് ചെയ്യുമ്പോൾ മാർക്കിന്റെ ഡിവൈൻ സെൻസിന്റെ കപ്പാസിറ്റി വർദ്ധിക്കുകയാണ്. ആ ഡിവൈൻ സെൻസുകൾ വിഴുങ്ങുമ്പോൾ കറുത്ത മാർക്ക് ഫെല്ലർ ഉദയം കൊള്ളുന്നത് പോലെ അങ്ങനെ അബ്സോർവ് ചെയ്യുമ്പോൾ വലുതാകുന്നത് ആ സുവർണ്ണ നിറത്തുള്ള മാർക്ക് ഫെല്ലറാണ്. മാർക്ക് അത് ചെയ്യുന്നതിനോടൊപ്പം മാർക്കിന്റെ ഡിവൈൻ സെൻസിൽ മാർക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് ആ ഡിവൈൻ സെൻസിൽ നിന്ന് പ്രകാശരശ്മികൾ അയച്ച് അടുത്തേക്ക് വരുന്ന ഡിവൈൻ സെൻസുകളെ മാർക്ക് തകർന്നു തുടങ്ങി. ശരിക്കും നേരത്തെ പറഞ്ഞ പോലെ വെടിവെച്ച് തകർക്കുന്ന ആ രീതി. മാർക്കിന്റെ ബോഡിക്കുള്ളിൽ മാർക്കിന് 2 ആക്രമണ ആയുധങ്ങൾ കിട്ടിയിരിക്കുകയാണ്. സോളും അതുപോലെ ഡിവൈൻ സെൻസും. അത് രണ്ടും ശരിക്കും ഫയറിംഗ് ഗണ്ണുകൾ പോലെ മാർക്കിന് ഉപയോഗിക്കാൻ പറ്റും. ഈ ടെക്നിക്ക് മാർക്ക്
ആ ട്രേസ്ലെസ് ഇമ്മോർട്ടൽ സ്ക്രിപ്ചറിനകത്ത് നിന്നാണ് പഠിച്ചത്. എതിരാളിയെ ഒരു രക്ഷയുമില്ലാത്ത സാഹചര്യത്തിൽ നമ്മുടെ മനസ്സുകൊണ്ട് തോൽപ്പിക്കുന്ന ഒരു കാര്യം. മനസ്സിൽ ആ എതിരാളിയെ ഒന്ന് സങ്കല്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ നിന്ന് ഒന്നുകിൽ സോൾ അല്ലെങ്കിൽ ഡിവൈൻ സെൻസ് എതിരാളിയുടെ സോളിനെയോ ഡിവൈൻ സെൻസിനെയോ നമുക്ക് ആക്രമിക്കാൻ ഉപയോഗിക്കും. എതിരാളി എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കുമ്പോൾ കൊല്ലപ്പെടും. ആ ടെക്നിക്ക് ഊജി വളരെ മനോഹരമായി ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ശേഖരത്തിനകത്ത് അതുള്ളത്. മാർക്ക് ഫെല്ലർ ആ ട്രേസ്ലെസ് ഇമ്മോർട്ടൽ സ്ക്രിപ്ചറും മാർക്കിന്റെ അച്ഛന്റെ ലൈബ്രറിയും നന്നായി പരതി അങ്ങനെ ഓരോ ടെക്നിക്കായി പ്രാക്ടീസ് ചെയ്യാണ്. ഏകദേശം 2 മാസം മാർക്ക് ഫെല്ലർ അവിടെ അങ്ങനെ ഇരുന്ന് കാണും. ഈ സമയത്തൊക്കെ മിഥാമിലി ആ ബോൺ കൾട്ടിവേഷൻ നദി തന്നെ ഇരിക്കുകയാണ്. അവരുടെയും ശക്തി ഇങ്ങനെ വർദ്ധിച്ചു വരികയാണ്. 2 മാസം പൂർത്തീകരിച്ചതും മാർക്ക് ഫെല്ലർ കണ്ണു തുറന്നു. ഇപ്പോ മാർക്കിന് വല്ലാത്ത ശക്തി ഫീൽ ചെയ്യുകയാണ്. ആ ശക്തി താൻ വിചാരിക്കുന്ന പോലെ എത്തിയെന്ന് തോന്നിയതും മാർക്ക് താഴെ ഇറങ്ങി മിഥയുടെ അടുത്തേക്ക് വന്നു. ആ സമയത്തും മിഥാമിലി ആ നദിക്കരയിൽ അങ്ങനെ ഇരുന്ന് ആ വെള്ളം ഇങ്ങനെ വലിച്ച് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ആ വെള്ളം അവിടെ പുറത്തുകൂടി തട്ടി കടന്നു പോകണമെന്ന് പറയാം. അവര് ആ ബോൺ കൾട്ടിവേഷൻ വാട്ടറിൽ നിന്ന് അതിന്റെ ഓജസ് വലിച്ചെടുത്ത് കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആ വെള്ളം അവരെ കടന്ന് താഴേക്ക് പോകുന്നത്. അങ്ങനെ താഴേക്ക് പോകുമ്പോഴും അതിനകത്ത് കുറെ ഊർജ്ജം ഉണ്ടാവും. ആ ഊർജ്ജം 7th ലെവലിൽ ആ ബോൺ കൾട്ടിവേഷൻ നദി ഉപയോഗിക്കുന്ന ആളുകൾ ഉപയോഗിക്കുന്നതാണ്. അവർക്കത് ഒരുപാട് ഗുണപ്പെടാറുണ്ട്. മാർക്ക് ഫെല്ലർ ലേശ കൗതുകത്തോടെ ആ കാഴ്ച അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ മിത കണ്ണു തുറന്നു. മാർക്കിനെ കണ്ടതും മിത ചോദിച്ചു, ഹേയ് മാർക്ക്, നിന്റെ കപ്പാസിറ്റി ഉയർന്നല്ലോ. ഹേയ് സീനിയർ, ഇപ്പോഴും ഞാൻ 4th ലെവലിലാണ്. എനിക്കൊരു കൺഫ്യൂഷൻ. എനിക്ക് ഈ 4th ലെവലിൽ നിന്ന് 5th കടക്കാൻ പറ്റില്ല എന്ന് ഒരു കൺഫ്യൂഷൻ ഉണ്ട്. മാർക്ക്, പാത്ത് ഓഫ് ഹെവൻ അസ്തമിച്ചിട്ട് കുറെ നാളായി. മാർക്ക് ഫെല്ലർ അവിടെ ആ ഹോളി റീജിയനിൽ ഉണ്ടായിരുന്നപ്പോഴാണ് പാത്ത് ഓഫ് ഹെവൻ പ്രത്യക്ഷപ്പെടുന്നത്. ആ പാത്ത് ഓഫ് ഹെവൻ കുറെ നാളുകൾ ഉണ്ടാവും. അതിപ്പോ ഏതാണ്ട് തീർന്നിരിക്കുകയാണ്. മാർക്ക്, നീ നിരാശപ്പെടേണ്ട. അടുത്ത പാത്ത് ഓഫ് ഹെവൻ വരാനുള്ള സമയമായി. പാത്ത് ഓഫ് ഹെവന്റെ സമയത്ത് മാത്രമേ നമുക്ക് ബ്രേക്കിംഗ് ഒക്കെ പറ്റൂ. മാർക്കിന് ഇപ്പോൾ ഒരു കാര്യം അറിയാം. ട്രൂ സെയിന്റ് ആകുന്ന ആള് 1 മുതൽ 4th ലെവൽ വരെ വലിയ ബുദ്ധിമുട്ടില്ലാതെ കടന്നു വരും. പക്ഷെ 4ൽ നിന്ന് 5ലേക്ക് കടക്കാൻ വലിയ പാടാണ്. അത് ശരിക്കും ഒരു ബ്രേക്കിംഗ് തന്നെയാണ്. 5ലേക്ക് കടന്നാൽ അവിടെ നിന്ന് 9ലേക്ക് എത്താൻ ഒരു ബുദ്ധിമുട്ടുമില്ല. 5ലെത്തിയ എല്ലാ ആളുകളും 9ൽ അതിവേഗം എത്താറുണ്ട്. മാർക്ക് അവിടെ ഇടിച്ചു നിൽക്കുകയാണ്. മാർക്കിന് 5ലേക്ക് എത്തിയേ പറ്റൂ. അത് മാർക്കിന് അറിയാം. അപ്പോഴാണ് മിഥാമിലി മാർക്കിനോട് പുതിയ പാത്ത് ഓഫ് ഹെവൻ വരുമെന്ന കാര്യം പറയുന്നത്. അത് കേട്ടപ്പോൾ മാർക്ക് അക്ഷരാർത്ഥത്തിൽ ഒന്ന് പതറി. പുതിയ പാത്ത് ഓഫ് ഹെവൻ വരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇപ്പോൾ 9th ലെവലിലുള്ള ട്രൂ സെയിന്റുകൾ ട്രിബുലേഷൻ ട്രാൻസെൻഡിങ് സ്റ്റേജിലേക്ക് ബ്രേക്ക് ത്രൂ നടത്തുമെന്നാണ്. അവിടെ ഹോളി റീജിയനിൽ ഒരുപാട് റിസോഴ്സസ് ഉണ്ട്. ആ ഷീ കുടുംബത്തിന്റെ ഷൈൻ ഇതിനിടയിൽ 5th ലെവലിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ അവൻ പാത്ത് ഓഫ് ഹെവൻ എത്തുമ്പോഴേക്കും 9th ലെവലിലെത്തും. 9th ലെവലിൽ നിൽക്കുന്ന അവന് പാത്ത് ഓഫ് ഹെവന്റെ സമയത്ത് ട്രിബുലേഷൻ ട്രാൻസെൻഡിങ് സ്റ്റേജിലേക്ക് കടക്കാൻ പറ്റും. അവൻ ട്രിബുലേഷൻ ട്രാൻസെൻഡിങ് സ്റ്റേജിലേക്ക് കടന്നാൽ പിന്നെ മാർക്കിന് ഒരു സാധ്യതയുമില്ല. എമിലിയും ഷൈനും തമ്മിലുള്ള വിവാഹം ഉറപ്പായി നടക്കും. എമിലിക്ക് പോലും അതിൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ മാർക്കിന്റെ ഉള്ളിൽ വല്ലാത്തൊരു ടെൻഷൻ. മാർക്ക് മിഥിയോട് ചോദിച്ചു, സീനിയർ, ഞാൻ 9th ലെവലിലേക്ക് പോകാൻ പോവുകയാണ്. എനിക്കിപ്പം വരുന്നുണ്ടോ? ഹേ മാർക്ക്, നീ എന്താ പറയുന്നത്? 9th ലെവലിലേക്ക് പോകാനോ? മാർക്ക്, ഈ 9th ലെവൽ എന്ന് പറയുന്നത് നീ വിചാരിക്കും പോലെ സിമ്പിൾ കാര്യമൊന്നുമല്ല. 8th ലെവലിലുള്ള ഒന്നുമല്ല 9th ലെവൽ. 9th ലെവലിൽ തികച്ചും അദൃശ്യരായ എതിരാളികളുണ്ട്. ഇമോർട്ടൽ എംബറസ് പോലും അവിടെ പരാജയപ്പെട്ടിട്ടുണ്ട്. ഇമോർട്ടൽ ചക്രവർത്തിമാരെന്ന് പറയുന്നത് കൾട്ടിവേഷന്റെ അവസാന വാക്കാണല്ലോ. അവരെ പോലും പരാജയപ്പെടുത്താൻ കപ്പാസിറ്റിയുള്ള അദൃശ്യ ശക്തികളുടെ കേന്ദ്രമാണ് പർഗട്ടറിയുടെ ആ സെൻട്രൽ സ്ഥാനം, 9th പർഗട്ടറി. അവിടെ അപകടങ്ങൾ പതിയിരിപ്പുണ്ടെന്നാണ് മിഥാമില്ലി മാർക്കിനോട് പറഞ്ഞത്. അത് കേട്ടത് മാർക്ക് മിഥാമില്ലിയോട് പറഞ്ഞു, ഹേയ്, അതൊന്നും എൻ്റെ വിഷയമല്ല. ഞാൻ എന്തായാലും 9th പോകാൻ പോവുകയാണ്. അങ്ങനെ മാർക്ക് ഫെല്ലർ പറഞ്ഞ ആ നിമിഷത്തിൽ പല സ്ഥലത്തു നിന്നായി കൾട്ടിവേറ്റേഴ്സ് അങ്ങോട്ട് വന്നു. അവരൊക്കെ ശരിക്കും ശക്തരായ കൾട്ടിവേറ്റേഴ്സ് ആണ്. മാർക്ക് ഫെല്ലറെ അടുത്തേക്ക് നടന്നു വന്ന അതിൽ ചിലർ മാർക്കിനോട് പറഞ്ഞു, ഏയ് മാർക്ക് ഫെല്ലർ, നീ ശരിക്കും ശക്തനാണെന്ന് ഒരു ന്യൂസ് ഞങ്ങൾ 7th ലെവലിൽ നിൽക്കുമ്പോൾ കേട്ടു. നിന്നോടൊന്ന് പൊരുതാൻ ഞങ്ങൾക്കൊരു ആഗ്രഹം. അതാ ഇതുവരെ വന്നത്. 7th ലെവലിലെത്തിയ സ്വതന്ത്ര കൾട്ടിവേറ്റേഴ്സ് ആണ് മാർക്കിനെ തിരക്കി ആ 8th ലെവലിലേക്ക് വന്നിരിക്കുന്നത്. മിത പെട്ടെന്ന് അവർക്ക് നേരെ തിരിഞ്ഞു. ഏയ്, നിങ്ങൾക്ക് മരിക്കാൻ ഭയമൊന്നുമില്ലേ? അങ്ങനെ മിത ചോദിക്കുമ്പോഴേക്കും അവിടേക്ക് വന്ന ആളുകളുടെ എണ്ണം അങ്ങ് കൂടി. ശരിക്കും ആരോ പറഞ്ഞു വിട്ടതുപോലെ കുറെ ഏറെ ശക്തരായ യോദ്ധാക്കൾ
ആ 8th ലെവലിലേക്ക് കയറി. അവര് മാർക്കിനെയും മിതയെങ്ങ് വളഞ്ഞു. ആ വന്ന ആളുകളോട് സംസാരിച്ചുകൊണ്ട് കാര്യമില്ല എന്ന് മിതയ്ക്കും മാർക്കിനും ആ നിമിഷത്തിൽ മനസ്സിലായി. അവര് ടാർഗറ്റ് ചെയ്ത് അവിടെ എത്തിയിരിക്കുകയാണ്. മിത മാർക്കിനെ സപ്പോർട്ട് ചെയ്യാം, പ്രൊട്ടക്ട് ചെയ്യാം എന്ന് വാക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മിത രണ്ടാമൊന്നും ആലോചിക്കാതെ ആ വന്ന ആളുകളുമായി ഫൈറ്റ് തുടങ്ങി. മാർക്ക് കുറേയേറെ ടെക്നിക്കുകൾ പഠിച്ചിരിക്കുകയാണല്ലോ. ആ ടെക്നിക്കുകൾ ഉപയോഗിക്കാൻ മാർക്കിന് ലഭിച്ചിരിക്കുന്ന സുവർണ അവസരമാണ്. മാർക്ക് ആ ടെക്നിക്കുകൾ ഉപയോഗിച്ച് ഒരു താണ്ഡവം തന്നെ തുടർന്ന് അവിടെ നടത്തി. മാർക്കിന്റെ അതിശക്തമായ ആക്രമണം പല ശൈലിയിലാണ് ഉണ്ടായത്. മാർക്കിന്റെ എതിരാളി മാർക്കിനടുത്തേക്ക് പാഞ്ഞു വരുമ്പോൾ പെട്ടെന്ന് അവന്റെ ഡിവൈൻ സെൻസ് അങ്ങ് തകർക്കപ്പെടും. പെട്ടെന്ന് സെൻസ് നഷ്ടമാകുന്ന ആള് ജീവസെറ്റ് താഴെ വീഴും. അല്ലെങ്കിൽ മാർക്ക് അയാളുടെ സോളിനെ അങ്ങ് തകർക്കും. അപ്പോഴും അയാൾ താഴെ വീഴും. മാർക്ക് ഫെല്ലർ ദേഹത്ത് പോലും തൊടാതെ ആളുകളെ കൊല്ലുന്ന ആ ടെക്നിക്ക് കൺകോണിലൂടെ മിത കാണുന്നുണ്ട്. മിതയും മാർക്കും തങ്ങളെ എതിരിടുന്ന ആളുകളെ സകല ശൈലിയിലും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ മാർക്കിനും മിതയ്ക്കും നേരിടാൻ കഴിയുന്ന ആളുകൾക്ക് ഒരു പരിധിയുണ്ട്. അതിനും അപ്പുറത്ത് ഭടന്മാരുണ്ട്. മാർക്ക് പെട്ടെന്ന് സോൾ ടോർമെന്റ് ടെക്നിക്ക് ആക്ടിവേറ്റ് ചെയ്ത് ജീവനുള്ള ആ കൾട്ടിവേറ്റേഴ്സിന്റെ സോളിനെ വലിച്ചു തുടങ്ങി. അതൊരു വല്ലാത്ത കാഴ്ചയാണ്. ശരിക്കും മാർക്കുമായി എതിരിട്ടുകൊണ്ടിരിക്കുന്ന ആ യോദ്ധാക്കൾ പെട്ടെന്ന് മാർക്കിന് നേരെ വലിച്ച് അടുക്കപ്പെടുന്ന ഒരു കാഴ്ചയാണ് മറ്റുള്ളവർ കണ്ടത്. മാർക്കിന്റെ അടുത്തേക്ക് വരുന്ന ആ യോദ്ധാക്കൾ പലതും മാർക്കിന് എത്തും മുമ്പേ താഴേക്ക് വീഴുകയും ചെയ്യുകയാണ്. അവിടെ ആത്മാക്കളെ മാർക്ക് വലിച്ചെടുത്തു എന്നർത്ഥം. മാർക്ക് അവരെ നോക്കിക്കൊണ്ട് കറുമുറ ചവയ്ക്കുന്ന ശബ്ദവും കേൾക്കാം, കാണുകയും ചെയ്യും. ഈ സമയത്ത് കുറെ കൂടി ശക്തരായ യോദ്ധാക്കൾ അവിടേക്ക് വന്നു. അവര് മാർക്കിനും മിലിയും ശരിക്കും അമ്പരപ്പിക്കുന്ന ശൈലിയിൽ ആക്രമിച്ചു തുടങ്ങുമ്പോൾ അവരുടെയൊക്കെ കയ്യിൽ ട്രിബുലേഷൻ ലെവലിലെ ആയുധങ്ങൾ വരെ ഉണ്ട്. ആ ആയുധങ്ങൾ ഉപയോഗിച്ച് വൻ പ്രഷർ കൊടുത്തുകൊണ്ടാണ് മാർക്കിനെയും മിലിയും അവർ നേരിടുന്നത്. മാർക്ക് തന്റെ സകല കഴിവ് ഉപയോഗിച്ച് ആ എതിരാളികളെ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ മാർക്ക് ഒരു ശബ്ദം കേട്ടു. മാർക്ക്, നീ ആ മാസ്ക് വെച്ച സ്ത്രീയുടെ ശവപ്പെട്ടി റിലീസ് ചെയ്യും. മാർക്കിന് ആ ശബ്ദത്തിന്റെ ഉടമയെ അറിയാം. മാർക്ക് ഉടൻ തന്നെ മാർക്കിന്റെ സുമേരു റിങ്ങിൽ നിന്ന് ആ ശവപ്പെട്ടി റിലീസ് ചെയ്തു. ആ ശവപ്പെട്ടി മാർക്കിന്റെ കയ്യിലെ ആ റിങ്ങിൽ നിന്ന് പുറത്തേക്ക് പാഞ്ഞിറങ്ങുമ്പോൾ ആകാശത്ത് ഒരു കൂറ്റൻ ശവപ്പെട്ടി ആളുകൾ കാണുകയാണ്. എവിടെ നിന്നാണ് ശവപ്പെട്ടി വന്നതെന്ന് ചോദിച്ചാൽ ആർക്കും അറിയത്തില്ല. ആ കൂറ്റൻ ശവപ്പെട്ടി അവിടെ ഒരു മലയുടെ മുകളിലേക്ക് വന്നു വീണു. ആ ശവപ്പെട്ടിക്ക് അടുത്ത് സാക്ഷാൽ മീശയുണ്ട്. മീശ ആ ശവപ്പെട്ടി നോക്കി എന്തൊക്കെയോ പറയുകയാണ്. ഏതാനും സെക്കൻഡിൽ കഴിഞ്ഞതും ആ ശവപ്പെട്ടിയുടെ മൂടി തുറന്നു. ആളുകളുമായി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന മാർക്ക് ഫെല്ലർക്ക് ആ കാഴ്ച കാണാം. ശവപ്പെട്ടി തുറക്കാൻ മീശയ്ക്ക് എളുപ്പം പറ്റിയിരിക്കുകയാണ്. മീശ ആ ശവപ്പെട്ടി തുറന്നതും പെട്ടെന്ന് ആ എൻറ്റയർ മേഖലയിലും അതിശക്തമായ ഒരു പ്രഷർ അനുഭവപ്പെട്ടു. ഒരു ഡീമനിക് പ്രഷർ. ആ പ്രഷർ അനുഭവപ്പെട്ടതും അവിടെ ഫൈറ്റ് ചെയ്യാൻ വന്ന ആ യോദ്ധാക്കൾ ഒരൊറ്റ ഓട്ടം. അവരൊക്കെ തിരിഞ്ഞ് 7th ലെവൽ പർഗേറ്ററി ലക്ഷ്യമാക്കി ഓടുകയാണ്. ഏതാനും മിനിറ്റുകൾ കൊണ്ട് എൻറ്റയർ ആളുകളും അവിടുന്ന് ഓടി ഒളിച്ചു. ആ മുഴുവൻ ആളുകൾ ഓടി ഒളിച്ചതും മാർക്ക് ഫെല്ലർ മീശയുടെ അടുത്തെത്തി. മീശ, ഇത് എങ്ങനെ ഒപ്പിച്ചു? മാർക്ക്, ഇതല്ലേ എൻ്റെ പണി. അങ്ങനെ പറഞ്ഞിട്ട് മീശ ആ ശവപ്പെട്ടി അടച്ച് മാർക്ക് ഫെല്ലർക്ക് തിരികെ കൊടുത്തു. മറ്റാരെങ്കിലും കാണുന്നതിന് മുമ്പ് മാർക്ക് ആ ശവപ്പെട്ടി ആ സുമേരു റിങ്ങിനകത്തേക്ക് മാറ്റി. മാർക്ക്, നീ പറയുന്നത് ഞാനും കേട്ടായിരുന്നു. നീ 9th ലെവലിലേക്ക് പോകാൻ പോവുകയാണോ? മീശ, 9th ലെവലിൽ പോയാലേ എനിക്ക് ആ സുമേരു എനർജി കിട്ടത്തുള്ളൂ. നമ്മുടെ റിങ്ങിനെ ബലപ്പെടുത്താൻ ആ എനർജി വേണം. മീശയ്ക്കും അതറിയാം. മാസ്റ്റർ ഹാരി അവരോടൊക്കെ ആ കാര്യം വ്യക്തമാക്കിയതാണ്. സുമേരു റിങ്ങിനെ ശക്തിപ്പെടുത്താൻ മാർക്കിന് ആ ചെറിയ ബോട്ടിൽ കിട്ടിയ സുമേരു എനർജി സഹായിച്ചിട്ടുണ്ട്. പക്ഷേ കാര്യമായി ബലപ്പെടുത്തണമെങ്കിൽ ഒരുപാട് സുമേരു എനർജി വേണം. ആ എനർജി ഉള്ളത് 9th ലെവൽ പർഗറ്ററിയിലാണ്. അവിടെ നിന്ന് അത് നേടുക, അത് മാത്രമാണ് മാർക്കിന്റെ ടാർഗറ്റ്. മാർക്ക് അവിടേക്ക് പോകാൻ ഒരു കൂട്ടാണ് അന്വേഷിക്കുന്നത്. മീശ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നിനക്കൊപ്പം എവിടെ വരാനും എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ തൽക്കാലം ഞാൻ 9th ലെവലിലേക്ക് ഇല്ല. ഞാൻ മിലിക്കൊപ്പം ഇവിടെ കാത്തു നിൽക്കാം. മിലിക്കും 9th ലെവലിലേക്ക് പോകാൻ ഒരു മടിയുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും പറഞ്ഞതും പെട്ടെന്നാണ് മറുഭാഗത്തുള്ള മലയിൽ നിന്ന് സാക്ഷാൽ ഹീമൻ മാർക്കിന് മുന്നിലേക്ക് വരുന്നത്. മാർക്ക്, ഞാൻ വരാം നിനക്കൊപ്പം. ഹീമൻ ശരിക്കും ഒരു വലിയ പ്രതിഭാസമാണ്. അയാളുടെ ആ സോഡ് പ്രകാശത്തെ തടുക്കാൻ ഒരുമാതിരിപ്പെട്ട ആർക്കും പറ്റത്തില്ല. ഹീമൻ അത് പറഞ്ഞതും മാർക്ക് തിരിഞ്ഞ് മിലിയോടും മേശയോടുമായി പറഞ്ഞു, നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാകണേ, ഞങ്ങൾ ഉടൻ മടങ്ങി വരാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് മാർക്ക് ഫെല്ലറും ഹീമനും ആ 9th ലെവൽ ലക്ഷ്യമാക്കി നടന്നു തുടങ്ങി. 8th ലെവലിൽ നിന്ന് 9th ലെവലിലേക്ക് അവർ യാത്ര ചെയ്യുമ്പോൾ ധാരാളം ഡീമനുകൾ പല ഭാഗത്ത് നിൽക്കുന്ന അവർക്ക് കാണാം. ഹീമൻ കൂടെ ഉള്ളത് കൊണ്ടാകും
ഡീമനുകൾ പൊതുവെ മാർക്കിനും ഹീമനും അടുത്തേക്ക് വരുന്നേയില്ല. ഹീമന്റെ കയ്യിലെ ആ സോഡ് ഒരു വല്ലാത്ത ഭയമുണ്ടാക്കുന്ന സംഭവമാണ്. എന്തായാലും അവർ രണ്ടുപേരും 2 ദിവസത്തെ നടത്തത്തിനൊടുവിൽ ആ 9th ലെവൽ പർഗട്ടറിയുടെ എൻട്രി പോയിന്റിലെത്തി. 8th ലെവലിൽ നിന്ന് 9th ലെവലിലേക്ക് കടക്കുമ്പോൾ തന്നെ മാർക്ക് ഫെല്ലർക്ക് ഒരു കാര്യം ബോധ്യമായി, ഒന്നും കാണാൻ പറ്റില്ല എന്ന കാര്യം. അത്ര കട്ടിക്ക് അവിടെ എന്തോ ഉണ്ട്. പുകയാണോ, സ്പിരിച്വൽ എനർജിയാണോ, ഡീമനിക് എനർജിയാണോ എന്നൊന്നും മാർക്കിന് തിരിച്ചറിയാൻ കഴിയാത്ത ശൈലിയിൽ അതിശക്തമായ എന്തോ ഒന്നും. മാർക്കിന്റെ ഡിവൈൻ സെൻസ് ഒന്ന് ആക്ടിവേറ്റ് ചെയ്തു. ആ ഡിവൈൻ സെൻസിൽ മാർക്കിന് കഷ്ടിച്ച് 1-2 മീറ്റർ മാത്രം കാണാം. അതിനപ്പുറത്തേക്ക് കാണാൻ മാർക്കിന് പറ്റുന്നില്ല. ഹീമന്റെ അവസ്ഥയും അതുതന്നെയാണ്. അവർ രണ്ടുപേരും വളരെ ശ്രദ്ധിച്ച ഇപ്പൊ നടക്കുന്നത്. ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുമ്പോഴും അതിശക്തമായ പ്രഷറും അവർക്ക് അനുഭവപ്പെടുകയാണ്. 9th ലെവൽ എന്ന് പറഞ്ഞാൽ അത് ഒരു ബുദ്ധിമുട്ടുള്ള ഏരിയ ആണെന്ന് ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും മാർക്കിനും അതുപോലെ ഹീമനും ഒരുപോലെ ബോധ്യമാവുകയാണ്. അവരൊരു 10 സ്റ്റെപ്പ് വെച്ചാണ്. ആ സമയത്ത് പെട്ടെന്നാണ് അവർക്ക് രണ്ടുപേർക്കും അനങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായത്. രണ്ടുപേരെയും അനവധി സോളുകൾ അങ്ങ് വളഞ്ഞു എന്ന് പറയാം. 8th ലെവലിലുള്ളതിനേക്കാൾ 1,00,000 മടങ്ങ് സോളുകൾ 9th ലെവലിലുണ്ട്. 9th ലെവലുകളിൽ എങ്ങോട്ട് തിരിഞ്ഞാലും സോളാണെന്ന് പറയാം. ആ സോളുകൾ കട്ടിയായിട്ട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് കാഴ്ച പോലും വിസിബിൾ അല്ല. മാർക്കിന്റെ ഡിവൈൻ സെൻസിൽ മാർക്കിന് ഒന്നും കാണാൻ പറ്റുന്നില്ല. 1-2 മീറ്റർ മാത്രം അകലെ എന്തെങ്കിലും കണ്ടാൽ മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞാൽ വലിയ പാടാണ്. അതിനപ്പുറത്ത് ഒന്നും കാണാതെ അന്ധമായി മുന്നോട്ട് നടക്കുമ്പോൾ അവിടെ വല്ല ഗർത്തമാണെങ്കിൽ അവർ താഴെ വീണുപോകും, അപകടമാണെങ്കിൽ അറിയത്തുമില്ല. അതുകൊണ്ട് തന്നെ ഓരോ സ്റ്റെപ്പും ബുദ്ധിമുട്ടി മുന്നോട്ട് വെച്ചാണ് മാർക്കും ഹീമനും നടന്നത്. ആ സമയത്താണ് അവരുടെ ബോഡി പൂർണ്ണമായും ഏതാണ്ട് സ്റ്റക്കായതുപോലെ അവർക്ക് അനങ്ങാൻ പറ്റാതാവുന്നത്. മാർക്കിനെയും ഹീമനെയും വലയിട്ട് പിടിച്ചതുപോലെ ഒരു അവസ്ഥ. പെട്ടെന്ന് മാർക്ക് ഫെല്ലർ തന്റെ കണ്ണുകൊണ്ട് ചുറ്റും ഒന്ന് സ്കാൻ ചെയ്യുമ്പോൾ വളരെ കുറച്ച് ഏരിയക്കുള്ളിലാണെങ്കിലും മാർക്കിന് ഒരു കാര്യം കാണാം. അനവധി സോളുകൾ അവരുടെ സോളിനെ അറ്റാക്ക് ചെയ്യാണ്. അവരുടെ മനസ്സിനെയാണ് അറ്റാക്ക് ചെയ്യുന്നതെന്ന് പറയാം. അത് മനസ്സിലായതും മാർക്ക് ആ ട്രേസ്ലെസ് എമോട്ടർ സ്ക്രിപ്ചറുമായി കണക്ട് ചെയ്തുകൊണ്ട് സോൾ ടോർമെന്റ് ടെക്നിക്ക് ആക്ടിവേറ്റ് ചെയ്തു. മാർക്ക് ആ സോൾ ടോർമെന്റ് ടെക്നിക്ക് ആക്ടിവേറ്റ് ചെയ്തതും മാർക്ക് ഫെല്ലറുടെ അടുത്തുണ്ടായിരുന്ന മുഴുവൻ സോളുകളും ശരിക്കും അവിശ്വസനീയ വേഗതയിൽ മാർക്കിന് ചുറ്റും കറങ്ങി തുടങ്ങി. മാർക്കിന് ചുറ്റും ഒരു ചുഴി തന്നെ ആ സോളുകൾ സൃഷ്ടിച്ചു. ആ ചുഴി നിമിഷ നേരം കൊണ്ട് മാർക്കിന്റെ ഉള്ളിലേക്ക് അങ്ങ് അപ്രത്യക്ഷമായി. മാർക്കിന്റെ വായ്ക്കകത്തേക്ക് ആ സോളുകൾ കയറിപ്പോകുന്ന കാഴ്ച ഹീമനെ ശരിക്കും ഞെട്ടിച്ചു എന്ന് പറയാം. ഹീമൻ മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, നീ സത്തൻ സേവയാണോ ചെയ്യുന്നത്? മാർക്കിന് എന്ത് പറയണമെന്നറിയാത്ത ഒരവസ്ഥ. മാർക്ക് ഈ ഡാർക്ക് ശൈലിയിലുള്ള കൾട്ടിവേഷനെ ഫോളോ ചെയ്യുന്ന കാര്യം ആരെങ്കിലും അറിഞ്ഞാൽ അവർ മാർക്കിനെ എതിരാളിയായി കാണും, മാർക്കിനെയും ഒരു ഡീമൺ റേസിന്റെ ഭാഗമായി കാണും. അത് അപകടമാണ്. മാർക്ക് പ്രാക്ടീസ് ചെയ്യുന്നത് ഡീമൺ റേസിന്റെ ആക്ടിവിറ്റി ആണോ അല്ലാത്ത വേറെ ഏതെങ്കിലും റേസിന്റെ ആക്ടിവിറ്റീസ് ആണോ എന്നൊക്കെ ചോദിച്ച് മാർക്കിന് യഥാർത്ഥത്തിൽ അറിയത്തില്ല. മാർക്ക് ആ സാത്താൻ സേവ നടത്തുന്ന ഒരു സ്ത്രീയുടെ കയ്യിൽ നിന്ന് പഠിച്ച ടെക്നിക്കിൽ നിന്നാണ് ഇതൊക്കെ തുടങ്ങുന്നത്. നെതർ വേൾഡ് എന്ന് പറയുന്ന ഒരു ഭാഗം, നരകം എന്ന് പറയുന്ന ഭാഗം, അതിന്റെ സാത്താനാണ് അതിന്റെ ചുമതലക്കാരൻ. അവരുടെ ടെക്നിക്ക് എന്ന് പറഞ്ഞിട്ടാണ് ആ ലേഡി അന്ന് സദേൺ പ്രൊവിൻസിൽ മാർക്കിനെ അത് പഠിപ്പിച്ചത്. പക്ഷെ അന്നത് മാർക്കിന് അനിവാര്യമായിരുന്നു. അതുപയോഗിച്ചാണ് മാർക്കിന്റെ ഡിവൈൻ സെൻസിലെ തകരാറ് പരിഹരിച്ചത്. ഇപ്പോ മാർക്ക് തന്നെ അറ്റാക്ക് ചെയ്യുന്ന ആത്മാക്കളെ വലിച്ചെടുക്കാനും ഡിവൈൻ സെൻസുകളെ വലിച്ചെടുക്കാനും അതേ ടെക്നിക്കാണ് ഉപയോഗിക്കുന്നത്. മാർക്ക് ഹീമനോട് പറഞ്ഞു, അങ്ങനെയല്ല, ഞാൻ ഇതും പ്രാക്ടീസ് ചെയ്യുന്നേ ഉള്ളൂ. മാർക്ക്, നീ ശ്രദ്ധിക്കണം. ഇത് നിനക്ക് ബലം കൂട്ടാൻ നീ ഉപയോഗിക്കുന്നതാണെന്ന് എനിക്കറിയാം, പക്ഷേ ഇത് നിന്നെ വിഴുങ്ങാതെ നീ നോക്കണം. ഹീമൻ വളരെ കുറച്ചേ സംസാരിക്കൂ, പക്ഷേ അയാൾ പറഞ്ഞത് വളരെ വ്യക്തമായ ഒരു വാചകമാണ്. മാർക്ക് അതിനെ ഉപയോഗിക്കുക, അതാണ് വേണ്ടത്. മാർക്കിനെ അത് ഉപയോഗിക്കാൻ പാടില്ല. ആ ഡീമനുകളുടെ ടെക്നിക്ക് ഉപയോഗിച്ച് മാർക്ക് ഡീമനായി മാറരുതെന്നാണ് മാർക്കിനെ ഹീമൻ ഉപദേശിച്ചത്. എന്തായാലും മാർക്കിന്റെ ആ സോൾ ചാമ്പറിംഗ് ടെക്നിക്ക് അവിടെ ഉപയോഗപ്പെട്ടു. മാർക്കിനെയും ഹീമനെയും വരിഞ്ഞു മുറുക്കാൻ വന്ന ആ സോളുകളൊക്കെ നശിപ്പിക്കപ്പെട്ടു. ഈ സംഭവം ഏകദേശം ഒരു 500 മീറ്ററിന് അപ്പുറത്ത് അവിടെ ഒരു മലയുടെ പുറത്തിരിക്കുന്ന 3 ആളുകൾ കാണുന്നുണ്ട്. അവർ കൗതുകത്തോടെ മാർക്കിനെയും ഹീമനെയും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. 9th ലെവലിലേക്ക് മാർക്കും ഹീമനും കയറിയപ്പോൾ മുതൽ അവരെ കാണുകയാണ്. ആ കൂട്ടത്തിൽ ഒരു ലേഡിയുണ്ട്. ആ ലേഡി തന്റെ അടുത്തിരിക്കുന്ന ആ പുരുഷന്മാരോട് പറഞ്ഞു, അവന്മാര് രണ്ടും 4th ലെവൽ ട്രൂ സെയിന്റ് ആണെങ്കിലും രണ്ടിനും ഭയമൊന്നുമില്ല.
എന്തായാലും കൊള്ളാം, അവർക്ക് എത്ര ദൂരം പോകാൻ പറ്റുമെന്ന് നോക്കാം. അങ്ങനെ ആ ലേഡി പറഞ്ഞതും അടുത്തിരിക്കുന്ന ആള് ആ സ്ത്രീയോട് പറഞ്ഞു, നമ്മുടെ ബ്ലാക്ക് കുടുംബത്തിന് ടിയാൻ ബ്ലാക്ക് മരിച്ചതിന് ശേഷം ഒരു ശക്തനായ യോദ്ധാവിനെ കിട്ടിയിട്ടേ ഇല്ല. ഇവരൊക്കെ ശക്തരായിരുന്നെങ്കിൽ നമ്മുടെ ബ്ലാക്ക് കുടുംബത്തിലേക്ക് ഇവരൊക്കെ എടുക്കാമായിരുന്നു. അത് കേട്ടതും മൂന്നാമത്തെ ആള് പറഞ്ഞു, അതെ അതെ, ശക്തന്മാരെ കണ്ടിട്ട് ഒരുപാട് നാളായി. നമ്മൾ എത്ര കാലമായി ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ടിയാൻ ബ്ലാക്കിന് ശേഷം ഒരാളും ശക്തരായി നമ്മുടെ മുന്നിൽ വന്നിട്ടേ ഇല്ല. ആ 3 പേരും കൗതുകത്തോടെ ആ പഴയ കാലത്തെ കാര്യങ്ങളൊക്കെ ഓർത്തെടുത്ത് അവരുടെ മുന്നിൽ കാണുന്ന ആ ചെറുപ്പക്കാരെ നോക്കി ഡയലോഗുകൾ പറയുകയാണ്. അതൊന്നും അറിയാതെ മാർക്ക് ഫെല്ലറും ഹീമനും പിന്നെയും ഓരോ സ്റ്റെപ്പായി മുന്നോട്ട് വെച്ചു. ആ നിമിഷത്തിൽ മാർക്കിനും ഹീമനും ഇടയിൽ ശക്തമായ ഒരു പുകയുണ്ട്. ഹീമനെ മാർക്കിന് കാണാൻ കഴിയാത്ത ശൈലിയിൽ ആ പുക രണ്ടുപേരെയും വളഞ്ഞു എന്ന് പറയാം. ആ പുക മാർക്കിനെയും ഹീമനെയും വളഞ്ഞപ്പോഴാണ് മാർക്ക് ഫെല്ലർ ഒരു കാഴ്ച കണ്ടത്. ഒരു ചുവന്ന നിറത്തിലുള്ള ഒരു തല. ആ തല ഹീമന്റെ തൊട്ടു മുന്നിലെത്തി ഹീമനെ നോക്കി ഒന്ന് ചിരിച്ചു. ശരിക്കും ആ തലയല്ലാതെ വേറെ ഒന്നും കാണാനില്ല. അന്തരീക്ഷത്തിലൂടെ ഒരു ചുവന്ന തല ഒഴുകി ഹീമന്റെ തൊട്ടു മുന്നിലെത്തിയതാണ്. മാർക്ക് അമ്പരപ്പോടെ ആ തലയിലേക്ക് നോക്കുമ്പോൾ പെട്ടെന്നാണ് മാർക്കിന്റെ ചുറ്റുമുള്ള അന്തരീക്ഷം മുഴുവൻ മാറുന്നത്. ഒരുപാട് തലകൾ, എല്ലാത്തിൻ്റെ നിറം ചുവപ്പ്. ചുറ്റും ഇരുട്ട് മാത്രമായതുകൊണ്ട് ആ ചുവന്ന തലകൾ വല്ലാത്തൊരു പ്രത്യേകതയോടു കൂടി അവർക്ക് കാണാൻ പറ്റുകയാണ്. ആ ചുവന്ന തലകൾ അവർക്ക് ചുറ്റും ഇങ്ങനെ പറന്ന് നടക്കുകയാണ്. അമ്പരപ്പിക്കുന്ന വേഗതയിൽ ആ ചുവന്ന തലകൾ അവർക്ക് ചുറ്റും അങ്ങനെ പരന്ന് നടക്കുമ്പോൾ ഒരു പ്രഷർ അവർക്ക് ചുറ്റും അനുഭവപ്പെട്ടു തുടങ്ങി. അതിശക്തമായ പ്രഷർ. അവരുടെ ചുറ്റുമുള്ള എല്ലാ സംവിധാനങ്ങളെയും ആ ചുവന്ന തലകൾ വലിച്ചെടുക്കുകയാണ്. ആദ്യം അവിടെ പുറകിൽ നിന്ന് ഒരു കാറ്റ് മുന്നോട്ട് പോകും പോലെയാണ് മാർക്കിനും ഹീമനും തോന്നിയത്. പക്ഷേ അടുത്ത നിമിഷത്തിൽ അവർക്ക് മനസ്സിലായി സകലതിനെയും വലിച്ചെടുക്കുകയാണ്. ആ ചുവന്ന തലകൾ ചുറ്റുമുള്ള എല്ലാത്തിനെയും അവരിലേക്ക് വലിച്ചെടുക്കുകയാണ്. മാർക്ക് അമ്പരപ്പോടെ നോക്കുമ്പോൾ ഹീമനെ ആ ചുവന്ന തല വലിച്ചെടുക്കുന്നു. അത് കണ്ടതും മാർക്ക് ഫെല്ലർ അതിവേഗം മാർക്കിന്റെ ട്രേസ്ലെസ് എമോട്ടൽ സ്ക്രിപ്ചർ ആക്ടിവേറ്റ് ചെയ്തു. മാർക്ക് ട്രേസ്ലെസ് എമോട്ടൽ സ്ക്രിപ്ചർ ആക്ടിവേറ്റ് ചെയ്ത് സോൾ ടോറന്റ് ടെക്നിക്ക് കൂടി കൊണ്ടുവന്നതും മാർക്കിന് ചുറ്റും പെട്ടെന്ന് ആ ചുഴിയുണ്ടായി. ആ ചുഴിയിൽ എല്ലാ സാധനങ്ങളും മാർക്കിന് അടുത്തേക്ക് പാഞ്ഞു വരികയാണ്. മാർക്കിനെയും ഹീമനെയും വലിച്ചെടുത്തുകൊണ്ടിരുന്ന ആ സോളുകളെ മാർക്ക് തിരിച്ചു വലിക്കുന്ന ആ കാഴ്ച വല്ലാത്തൊരു കൗതുകത്തോടെയാണ് ആ 3 അംഗ സംഘം കണ്ടത്. അവരിയ്ക്കുന്നിടത്തുനിന്ന് ഏകദേശം ഒരു 500 മീറ്റർ മാറി നിൽക്കുന്ന മാർക്ക് ആ സോളുകളെ അങ്ങനെ വലിച്ചെടുക്കുന്നതും ആ സോളുകളെ മാർക്ക് കറമുറ തിന്നുന്നതുമായ ശരിക്കും ഞെട്ടിപ്പിക്കുന്ന കാഴ്ചയാണ് അവർ കണ്ടത്. ഏതാനും മിനിറ്റുകൾ കൊണ്ട് ഹീമനെ ആക്രമിച്ച മുഴുവൻ സോളുകളെയും മാർക്ക് വലിച്ചെടുത്തു. അത് കണ്ടതും ഹീമൻ മാർക്കിനോട് പറഞ്ഞു താങ്ക് യു. മാർക്കും ഹീമനും പിന്നെയും മുന്നോട്ട് നടക്കുകയാണ്. സോളുകളുടെ ആക്രമണം അത് കൂടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആ സോളുകൾ ആക്രമിക്കുമ്പോൾ മാർക്ക് ഫെല്ലർ ആ സോളുകൾ വലിച്ചെടുക്കുന്നെങ്കിലും മാർക്കിന്റെ ബോഡിക്ക് ക്ഷീണം അനുഭവപ്പെടുന്നുണ്ട്. മണിക്കൂറുകളും ദിവസങ്ങളും ഈ ആക്രമണത്തിനിടയിൽ കഴിഞ്ഞു പോകുമ്പോൾ ക്ഷീണം കൊണ്ട് മാർക്ക് ഫെല്ലർ താഴെ വീഴുമ്പോൾ ഹീമൻ മാർക്കിനടുത്ത് അങ്ങനെയിരിക്കും. മാർക്കിന് ബോധം വീഴുന്നവരെ ആ സോഡുമായി ഹീമൻ അവിടെ ഉണ്ടാവും. മാർക്കിന്റെ അടുത്തേക്ക് ഒന്നിനെയും എത്തിക്കാൻ ഹീമൻ സമ്മതിക്കത്തില്ല. മാർക്കിന് ബോധം വീഴുമ്പോൾ മാർക്കും ഹീമനും നടക്കും. കുറച്ച് കഴിയുമ്പോൾ പിന്നീട് തളർന്നു വീഴുന്നത് ഹീമനായിരിക്കും. ആ സമയത്ത് മാർക്ക് അടുത്തിരിക്കും. ഇവർ രണ്ടും ഒരു വല്ലാത്ത കോമ്പിനേഷനാണ്. ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ആ മലയുടെ മുകളിൽ ആ 3 സംഘം അങ്ങനെ ഇരിക്കുകയാണ്. അവര് ഈ 2 പേരെയും വിലയിരുത്തുന്നുണ്ട്. കൊള്ളാല്ലേ അവന്മാര് എവിടെ വരെ പോകുമെന്ന് നമുക്കൊന്ന് കാണണം. മാർക്ക് ഹീമനെ ഇപ്പോ 2 സ്ഥലത്തായി ചമ്രപടിയിരിക്കുകയാണ്. അവിടെ ഇഷ്ടംപോലെ സ്പിരിച്വൽ എനർജി ഉണ്ട്, അതുപോലെ തന്നെ ഡീമൻ എനർജിയും ഉണ്ട്. മാർക്കിനെ വലിച്ചെടുക്കാൻ വേണ്ടി സോളുകളുമുണ്ട്, അതുപോലെ ഡിവൈൻ സെൻസുകളുമുണ്ട്. സ്പിരിച്വൽ എനർജിയുടെ വൻ സാന്നിധ്യം അവിടെ അതിശക്തമായി അനുഭവപ്പെടുന്നതുകൊണ്ട് ഹീമൻ കൾട്ടിവേഷൻ ആരംഭിച്ചു. അയാളുടെ കൾട്ടിവേഷൻ പൂർണ്ണമായും ആ വാളുമായി കണക്റ്റഡ് ആണ്. ആ വാളും അയാളും ഒന്നു തന്നെയായി മാറുന്ന അപൂർവമായ ഒരു കൾട്ടിവേഷനാണ് അയാളുടെ പ്രത്യേകത. യുദ്ധം നടക്കുന്ന സമയത്ത് അയാളാണോ വാളാണോ ആളുകളെ ആക്രമിക്കുന്നതെന്ന് പറയാൻ കഴിയാത്ത ശരിയിൽ അയാളും വാളും താരതമ്യം പ്രാപിക്കും. അതുകൊണ്ട് തന്നെ അയാളുടെ വാളിന് ഒരു സെൻസ് ഉണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അയാളുടെ തന്നെ സെൻസ് ആ വാളിന്റെ സെൻസായി മാറുന്ന അപൂർവമായ ഒരു കാഴ്ച, അങ്ങനെ നമുക്ക് അതിനെ പറയാൻ പറ്റും. എന്തായാലും ഹീമൻ അമ്പരപ്പിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. ഇപ്പുറത്ത് മാർക്ക് ഫെല്ലർ ആണെങ്കിൽ അവിടെ കൂടെ പോകുന്ന സകല ഡിവൈൻ സെൻസുകളെയും സോളുകളെയും വലിച്ചെടുക്കുകയും തകർക്കുകയും ചെയ്ത്
തന്റെ പ്രാക്ടീസിങ്ങിനെ തുടരുകയാണ്. ഇതിനിടയിൽ മാർക്ക് ഒരു കാര്യം മനസ്സിലാക്കി. മാർക്കിന്റെ ഡിവൈൻ സെൻസിന്റെ പവർ കൂടിക്കൂടി വരികയാണ്. മാർക്ക് ആ 9th പറകട്രിയിലേക്ക് കടന്നപ്പോൾ മാർക്കിന്റെ ഡിവൈൻ സെൻസിന് ഏകദേശം 2 മീറ്ററിന് അകത്താണ് കാഴ്ചശക്തി ഉണ്ടായിരുന്നെങ്കിൽ 1 മാസം അവിടുത്തെ ആ കൾട്ടിവേഷൻ കഴിഞ്ഞപ്പോൾ മാർക്കിന് ഏകദേശം 20 മീറ്റർ വരെ ഇപ്പോൾ കാഴ്ചശക്തി ഉണ്ട്. മാർക്ക് ഫെല്ലർ അത് മനസ്സിലാക്കിയതും ഒന്ന് എണീറ്റു. ആ സമയത്തും ഹീമൻ അവിടെ ചമ്രപടിഞ്ഞിരിക്കുകയാണ്. മാർക്ക് ഹീമാനോട് പറഞ്ഞു, ഞാൻ ഉള്ളിലേക്ക് ഒന്നുകൂടെ പോകാം. മാർക്ക് പറഞ്ഞു കേട്ടതും ഹീമൻ കണ്ണു തുറന്ന് മാർക്കിനൊന്ന് നോക്കി. അതിനുശേഷം അയാൾ കണ്ണുകൾ അടച്ചു. മാർക്ക് ഫെല്ലറോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ള കാര്യം ഹീമൻ അറിയാം. മാർക്ക് വീണ്ടും മുന്നോട്ട് നടന്നു തുടങ്ങി. മാർക്കും ഹീമനും കൂടി ആ 9th പറകട്രിയിലേക്ക് കടന്നിട്ട് ഏകദേശം 1.5 മാസമായിട്ടുണ്ട്. ഈ 1.5 മാസക്കാലവും മാർക്കിനെയും ഹീമനെയും വളരെ ശ്രദ്ധിച്ച് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആ മൂവർ സംഘം. ഇവർ രണ്ടുപേരെ കുറിച്ചും രസകരമായ കമന്റുകളൊക്കെ പറയുന്നുണ്ട്. ആളുകളെ കുറിച്ച് ഗോസിപ്പ് പറഞ്ഞിട്ട് വഴിയുടെ കലിങ്ങിന്റെ മുകളിൽ കയറിയിരിക്കുന്ന ആളുകളില്ലേ, അതേ ശൈലിയിലുള്ള 3 ആളുകൾ. പക്ഷെ മൂവരും അതിശക്തരാണെന്നുള്ളത് മറ്റൊരു കാര്യം. മാർക്ക് ഫെല്ലർ പതുക്കെ മുന്നോട്ട് നടക്കുകയാണ്. മാർക്കിന് ഇപ്പോൾ ഭാഗ്യത്തിന് 20 മുതൽ 30 മീറ്റർ വരെ ദൂരത്തുള്ള വസ്തുക്കൾ കാണാം. ആ ഭാഗത്തുള്ള സകല സോളുകളും ഡിവൈൻ സെൻസുകളും മാർക്ക് ഇപ്പോൾ തിരഞ്ഞു പിടിച്ച് കണ്ടെത്തി വലിച്ചെടുക്കുന്നുണ്ട്. ഒന്നുകിൽ മാർക്ക് അതിനെ തകർക്കുന്നുണ്ട്, അല്ലെങ്കിൽ മാർക്ക് അതിനെ അബ്സോർവ് ചെയ്യുന്നുണ്ട്. ഈ പ്രക്രിയ കണ്ടുകൊണ്ടിരിക്കുന്ന ആ സ്ത്രീ അടുത്തിരിക്കുന്ന ആളുകളോട് പറഞ്ഞു, അവന് അസാധ്യമായ മനോബലമുണ്ട്, അതുകൊണ്ട് അവൻ ആ ഡിവൈൻ സെൻസുകളെ തകർക്കാൻ പറ്റുന്നത്. അങ്ങനെ അവർ പറയുമ്പോഴേക്കും നടന്നു വരുന്ന മാർക്ക് ഫെല്ലർ പെട്ടെന്ന് നിന്നു. മാർക്ക് നിന്നതിന്റെ കാരണം ആ മൂവർ സംഘത്തിന് അറിയാം. അതുകൊണ്ട് തന്നെ ആ 3 പേരും നിശബ്ദരായി മാർക്ക് ഫെല്ലർ തന്നെ നോക്കുമ്പോൾ മാർക്ക് ഫെല്ലർ പതുക്കെ താഴോട്ട് നോക്കിയ മാർക്ക് ഞെട്ടിപ്പോവുകയാണ്. മാർക്ക് ഇപ്പോൾ ഒരാളുടെ പുറത്ത് ചവിട്ടിയിരിക്കുകയാണ്. അതൊരു ഡെഡ് ബോഡിയാണ്. എത്രയോ കാലങ്ങൾക്ക് മുമ്പ് മരിച്ച ഒരാളുടെ ബോഡിയുടെ പുറത്ത് മാർക്ക് ചവിട്ടിയിരിക്കുന്നത്. മാർക്ക് പെട്ടെന്ന് കാലെടുത്തു. പക്ഷേ മുന്നോട്ട് പോകാൻ മാർക്കിന് ആ ബോഡി ചവിട്ടി പോകാൻ പറ്റും. എന്ത് ചെയ്യണം എന്നറിയാതെ മാർക്ക് അല്പനേരം അവിടെ അങ്ങനെ നിന്നു. അവസാനം രണ്ടും കൽപ്പിച്ച് മാർക്ക് മുന്നോട്ട് നടന്നു തുടങ്ങി. മുന്നോട്ട് മാർക്ക് കാലെടുത്ത് വെക്കുന്ന ഓരോ സ്റ്റെപ്പിലും ഒരു ഡെഡ് ബോഡി ഉണ്ട്. മാർക്ക് ആ കാലെടുത്ത് വെക്കുമ്പോൾ മാത്രമാണ് ശരിക്കും ആ ഡെഡ് ബോഡി മാർക്ക് കാണുന്നത്. മാർക്കിന്റെ ഡിവൈൻ സെൻസിന് പോലും ആ ഡെഡ് ബോഡി അതിനു മുമ്പേ കാണാൻ പറ്റുന്നില്ല. മാർക്കിന്റെ നെറ്റിയിൽ ഒരു കണ്ണുകൂടിയുണ്ട്. അത് മാർക്കിന്റെ ദൈവികമായ ആ ഡെസലറ്റ് ഐയാണ്. അത് ഉപയോഗിക്കാൻ ഒരുപാട് സ്പിരിച്വൽ എനർജി വേണം. മാർക്ക് ആ സ്പിരിച്വൽ എനർജി, അതുകൊണ്ട് തന്നെ മാർക്ക് വളരെ അപൂർവമായിട്ട് ആ കണ്ണ് ഉപയോഗിക്കും. മാർക്ക് അത് ഉപയോഗിക്കാതെ പതുക്കെ മുന്നോട്ട് നടക്കുകയാണ്. മാർക്കിനറിയാം മാർക്ക് ചവിട്ടുന്നതൊക്കെ ബോഡിയിലാണെന്ന്. അവിടെ വൻതോതിൽ സ്പിരിച്വൽ എനർജി ഉള്ളത് കൊണ്ട് ആ ബോഡികൾക്ക് ഒന്നിനു തന്നെ കേട് സംഭവിച്ചിട്ടില്ല. മഞ്ഞിൽ പൊതിഞ്ഞു കിടക്കുന്ന ബോഡികൾക്ക് കേട് പറ്റില്ല എന്ന് പറയുന്നത് പോലെ ആ സ്പിരിച്വൽ എനർജിയിൽ കിടക്കുന്ന ബോഡികൾക്ക് കേടുപറ്റില്ല. പ്യുവർ എനർജിക്കകത്ത് കിടക്കുന്ന ആ ബോഡികൾ അതുപോലെ ചെയ്യാതെ കിടക്കുകയാണ്. മാർക്ക് ഫെല്ലർ ആ ബോഡിയുടെ പുറത്തുകൂടി മുന്നോട്ട് നടക്കുമ്പോൾ മാർക്കിന്റെ ആ ഡിവൈൻ സെൻസിന്റെ കപ്പാസിറ്റി വർദ്ധിച്ച് ഏകദേശം 40 മീറ്റർ അകലം വരെ കാണാവുന്ന പരുവത്തിലേക്ക് മാർക്ക് എത്തി. ഇതിനിടയിൽ കുറെ ദിവസങ്ങൾ കൂടി കടന്നുപോയി. മാർക്ക് ഫെല്ലർ ആ ബോഡികളുടെ പുറത്തുകൂടി നടന്നു തുടങ്ങിയിട്ട് തന്നെ ഏകദേശം 1 മാസമാകാറായി. മാർക്ക് വളരെ സാവധാനമാണ് നടക്കുന്നത്. വളരെ സാവധാനം നടക്കുന്ന മാർക്ക് ഫെല്ലർ ചുറ്റും നിരീക്ഷിച്ച് പ്രശ്നമില്ലെന്ന് ബോധ്യപ്പെട്ടിട്ടാണ് നടക്കുന്നത്. ഇപ്പോൾ മാർക്കിന് ഒരു കാഴ്ച കാണാം. മാർക്കിന് പരിചയമുള്ള ആ ഊർജമാണ് മാർക്ക് കാണുന്നത്. മാർക്കിന് ഒരു ചെറിയ കുപ്പിയിൽ കിട്ടിയ ആ സുമേരു ഊർജത്തിന്റെ വൻ ശേഖരം കുറച്ച് അകലെയായി മാർക്ക് കണ്ടു. മാർക്കിന്റെ ആവേശം പെട്ടെന്നങ്ങ് വർദ്ധിച്ചു. മാർക്ക് പിന്നെ വേറൊന്നും നോക്കില്ല. അതിവേഗം മാർക്ക് ആ ബോഡികളുടെ പുറത്തൂടെ ഓടി ആ സുമേരു എനർജിയുടെ കേന്ദ്ര ഭാഗത്തേക്ക് എത്തി. ഇഷ്ടംപോലെ സുമേരു എനർജി. ശരിക്കും 100-200 മീറ്റർ വ്യാസമുള്ള ഒരു വലിയ തടാകത്തിൽ നിന്ന് അല്ലെങ്കിൽ കുളത്തിൽ നിന്ന് എനർജി ഇങ്ങനെ പൊങ്ങി വരുമ്പോലെ സുമേരു എനർജി അവിടെ ഇങ്ങനെ പൊങ്ങി വരികയാണ്. ആ എനർജി അവിടെ ആ വലിയ കുളത്തിനകത്ത് തങ്ങി നിൽക്കുകയാണ്. അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നില്ല. ശരിക്കും ഒരു ബൗണ്ടറി ആ എനർജിക്ക് ഉണ്ടെന്ന അർത്ഥം. മാർക്ക് ഫെല്ലർ കൂടുതൽ ആലോചിക്കാൻ നിൽക്കാതെ പെട്ടെന്ന് ആ സുമേരു എനർജി വലിച്ചെടുത്തു തുടങ്ങി. മാർക്കിന്റെ അബ്സോർഷൻ പവർ ആ മലയിലിരിക്കുന്ന ആ ആളുകളെയാണ് അത്ഭുതപ്പെടുത്തിയത്. സുമേരു എനർജി ആ ശരീരത്തിൽ വലിച്ചെടുക്കുന്ന ഒരു ചെറുപ്പക്കാരനെ അവർ ആദ്യമായിട്ടാണ് കാണുന്നത്. മാർക്ക് ആ സുമേരു എനർജി വലിച്ചെടുത്തു എന്ന് മാത്രമല്ല, വലിച്ചെടുക്കുന്ന ആ സുമേരു എനർജി മാർക്കിന്റെ ബോഡിയിൽ അങ്ങ് അപ്രത്യക്ഷമാവുകയാണ്. അത് കണ്ടതും ആ സ്ത്രീ പറഞ്ഞു,
അവൻ്റെ കയ്യിലെ മാന്ത്രിക നിലവറയിലേക്കാണ് അവൻ ആ സുമേരു എനർജി വലിച്ചു കയറ്റുന്നത്. എന്തായാലും അവൻ്റെ ആ നിലവറ നമുക്കിങ്ങ് എടുക്കാം. അപ്പോൾ തൊട്ടടുത്തിരിക്കുന്ന ആൾ പറഞ്ഞു, അതൊന്നും വേണ്ട, അവൻ എന്ത് ചെയ്യുന്നു നോക്കട്ടെ. മാർക്ക് ഫെല്ലർ എന്ന ആ വ്യക്തി ആരാണെന്നോ എന്താണെന്നോ ആ മൂവർ സംഘത്തിന് അറിയില്ല. പക്ഷെ അവർക്ക് 3 പേർക്ക് ഒരു കാര്യം അറിയാം, ആ ചെറുപ്പക്കാരൻ മടങ്ങി പോകത്തില്ല. അതിനു മുമ്പ് അവൻ കൊല്ലപ്പെട്ട് കഴിയുമ്പോൾ അവൻ്റെ ബോഡിയിലുള്ളത് എല്ലാം അവർക്ക് എടുക്കാൻ പറ്റും. അവർ ഈ കാഴ്ച കാലങ്ങളായി കാണുന്നതാണ്. അവിടെ വരുന്ന അതിശക്തരായ യോദ്ധാക്കൾ അവിടെ മരിച്ചു വീഴുന്നത് ഒരു സ്ഥിരം കാഴ്ചയാണ്. ആ യോദ്ധാക്കൾ മരിച്ചു കഴിഞ്ഞാൽ ആ ബോഡിയിൽ അവശേഷിക്കുന്ന എല്ലാം അവർ അങ്ങ് അരിച്ചു പറക്കിയെടുക്കും. അതുകൊണ്ട് തന്നെ മാർക്ക് ഫെല്ലർ ആ സുമേരു എനർജി വലിച്ചെടുക്കുന്നതിൽ അവർക്ക് വലിയ അതിശയമൊന്നും തോന്നിയില്ല. പക്ഷെ മാർക്ക് ആ സുമേരു റിങ്ങിനകത്തേക്ക് വലിച്ചു കയറ്റിയപ്പോൾ അകത്തുള്ള അങ്കിൾ ഗുവാനും ഷാരുവും ഫാറ്റിയും അതുപോലെ ഷിയാവും ആ ഊർജം അറിയുകയാണ്. സാക്ഷാൽ ജൂവും അകത്തുണ്ട്. ആ ഊർജം അങ്ങനെ ഇടിച്ചു കയറുകയാണ്. മാർക്ക് ഒരുപാട് ജാറുകൾ അവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ആ ജാറുകൾക്ക് അകത്തേക്ക് മാർക്ക് ആ ഊർജത്തെ ചാനലൈസ് ചെയ്തു. മാർക്ക് അങ്ങനെ വലിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും അതേ വേഗതയിൽ ആ വൻ കുളത്തിൽ നിന്ന് ആ സുമേരു എനർജി മാർക്കിന്റെ ആ സുമേരു റിങ്ങിനകത്ത് അങ്ങനെ നിറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. സുമേരു എനർജി ആ റിങ്ങിനകത്തേക്ക് നിറഞ്ഞ ആ സമയത്ത് ആ റിങ് അങ്ങനെ വലുതായിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരു കൂറ്റൻ ഫുട്ബോൾ സ്റ്റേഡിയത്തിന്റെ ആ വലിപ്പത്തിലേക്ക് യഥാർത്ഥത്തിൽ ഇതിനിടയിൽ ആ റിങ് അങ്ങ് വലുതായി. മാർക്കിന് വേണമെങ്കിൽ ആയിരക്കണക്കിന് ആളുകളെ താമസിപ്പിക്കാൻ കഴിയുന്ന ശൈലിയിൽ ആ റിങ് അങ്ങ് വലുതാകുകയാണ്. ആ റിങ്ങിനുണ്ടായിരുന്ന എല്ലാ ദൗർബല്യങ്ങളും ഇപ്പോൾ ആ സുമേരു എനർജിയുടെ വരവോടുകൂടി കറക്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ആവശ്യത്തിന് എനർജി ആയിക്കഴിഞ്ഞതും മാർക്ക് ഫെല്ലർ തിരിച്ച് നടന്നു തുടങ്ങി. മാർക്ക് തിരിച്ചു നടക്കുന്ന കണ്ടതും ആ മൂവർ സംഘത്തിന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. ഇനിയാണ് കാഴ്ചകൾ ആരംഭിക്കുന്നതെന്ന് അവർക്കറിയാം. അവര് പുഞ്ചിരിയോടുകൂടി നടന്നു പോകുന്ന മാർക്കിനെ നോക്കുമ്പോൾ മാർക്ക് അറിയാതെ നിന്നു പോവുകയാണ്. മാർക്ക് നേരത്തെ ചവിട്ടി വന്ന ആ ശവശരീരങ്ങളിൽ ഒരെണ്ണം സാവധാനം എണീക്കുന്ന കാഴ്ചയാണ് മാർക്ക് കണ്ടത്. മാർക്ക് ഇങ്ങോട്ട് അതിന്റെ പുറത്തുകൂടി ചവിട്ടിയാണ് വന്നത്. അതിതാ പതുക്കെ എണീക്കുകയാണ്. ആ ശവശരീരം എണീറ്റതും അതിന്റെ പുറകിലുള്ള ശവശരീരം എണീറ്റു. പതുക്കെ ഒന്നൊന്നായി അനവധി ശവശരീരങ്ങൾ അങ്ങനെ എണീക്കുകയാണ്. മാർക്കിന്റെ മുന്നിൽ ഇപ്പോ ഒരു വൻ സേന രൂപപ്പെട്ടു എന്ന് പറയാം. ആ എണീറ്റ ആളുകളുടെ ശക്തി മാർക്കിന് മുകളിലാണെന്ന് ഒറ്റ നോട്ട് തന്നെ വ്യക്തവുമാണ്. താനിതാ പെട്ടിരിക്കുന്നു. അങ്ങനെ ഒരു തോന്നലാണ് മാർക്കിനുണ്ടായത്. പക്ഷെ മാർക്കിന് താൻ നേടിയ സുമേരു എനർജി കളഞ്ഞിട്ട് അവിടെ നിന്ന് പോകാനും പറ്റില്ല. പക്ഷെ മാർക്ക് അവിടെ വന്നത് ആ സുമേരു എനർജിക്ക് വേണ്ടിയാണ്. മാർക്ക് ആഗ്രഹിച്ചതുപോലെ സുമേരു എനർജി മാർക്കിന് എടുക്കാനും പറ്റി. ഇനി ഇവിടെ നിന്ന് എങ്ങനെ പുറത്തു കിടക്കും? മാർക്കിനെ ഏതാണ്ട് വളഞ്ഞു നിൽക്കുകയാണ് ആ എണീറ്റ് നിൽക്കുന്ന ഡെഡ് ബോഡികൾ. ആ ഡെഡ് ബോഡികൾ എണീറ്റ് വെറുതെ നിൽക്കുകയാണ്. മാർക്ക് അവയെ തന്നെ നോക്കുമ്പോൾ പെട്ടെന്ന് അവയ്ക്കൊക്കെ പതുക്കെ ജീവൻ വെച്ചതുപോലെ അവ അനങ്ങി തുടങ്ങി. ജീവൻ വെച്ച ആ ബോഡികൾക്ക് പെട്ടെന്ന് ഓറകളും ജനറേറ്റ് ചെയ്തു. സാധാരണ ജീവനുള്ള വസ്തുക്കൾക്ക് മാത്രമാണ് ഓറയുള്ളത്. ഇവിടെ ആ എണീറ്റ് നിൽക്കുന്ന ഡെഡ് ബോഡികളുടെ ചുറ്റും ഓറ ഉണ്ടാവുകയാണ്. ഒരു ഗോസ്റ്റ് എനർജി എന്ന് പറയാം. പ്രേതങ്ങളുടെ ഊർജ്ജം നമുക്ക് വേണമെങ്കിൽ അതിനെ മലയാളത്തിൽ വിളിക്കാം. ആ പ്രേതങ്ങളുടെ പുറത്ത് ഒരു ഊർജം. മാർക്ക് അമ്പരപ്പോടെ ആ പ്രേതങ്ങൾ നോക്കുമ്പോൾ ആ ഡെഡ് ബോഡികൾ പെട്ടെന്ന് അതിവേഗതയിൽ ഒന്ന് ചലിച്ചു എന്ന് ചലിക്കുന്നത് മാർക്കിന്റെ നേരെയല്ല. ചലിക്കുന്നത് അവർ ഇടത്തുനിന്ന് വലത്തോട്ട് ഒരു വൃത്താകൃതിയിലാണ്. പെട്ടെന്ന് ആ വൃത്തം മാർക്കിന് ചുറ്റും അങ്ങ് പൂർത്തിയായി. മാർക്ക് ഇപ്പോൾ പൂർണ്ണമായും ആ മരിച്ചുപോയ ആളുകളുടെ മധ്യത്തിലാണ്. മാർക്കും അവരും തമ്മിൽ ഏകദേശം ഒരു 20 മീറ്ററിന്റെ വ്യത്യാസം ഉണ്ടാവും. ആ വ്യത്യാസത്തിൽ ഒരു വൃത്തത്തിന്റെ നടുക്ക് മാർക്ക് നിൽക്കുകയാണ്. മാർക്കിനെ വളഞ്ഞു നിൽക്കുന്ന ആളുകളുടെ മുഖത്ത് ഒറ്റ ഭാവമേ ഉള്ളൂ, ഒരുതരം കോൾഡ്നെസ്, ഒരു തണുത്തുറഞ്ഞ കണ്ണുകൾ. ശരിക്കും തണുത്തുറഞ്ഞ കണ്ണുകളാണ് അവർക്ക് എല്ലാവർക്കും ഉള്ളത്. ആ കണ്ണുകളിലൂടെ മാർക്കിനെ നോക്കിയ ആ എൻറ്റയർ ടീമും പെട്ടെന്ന് ഒരുമിച്ച് കൈ മാർക്ക് നേരെ ചൂണ്ടി. മാർക്കിന് നേരെ അവർ കൈ ചൂണ്ടിയതും ആ കൈകളിൽ നിന്ന് അതിവേഗതയിൽ പ്രകാശം മാർക്കിന് നേരെ പറന്നു വരികയാണ്. ശരിക്കും മാർക്കിന് നേരെ ആ കൈ കൊണ്ട് ഒരു ഫയർ ചെയ്യായിരുന്നു എന്ന് പറയാം. 100 കണക്കിന് ഗണ്ണുകൾ ഒരുമിച്ച് മാർക്കിനെ ഫയർ ചെയ്തു. ആ ഫയർ തുടങ്ങിയ നിമിഷം തന്നെ മാർക്കിന്റെ ഇടത് കൈയിലെ ഗ്ലൗവിന് അപകടം മനസ്സിലായി. അത് പെട്ടെന്ന് മാർക്കിന് ചുറ്റുമായി ഒരു കവറങ്ങ് തീർത്തു. ഡിഫൻസും ഒഫൻസും ഒരുപോലെ അറിയാവുന്ന ആ ഗ്ലൗ മാർക്കിന്റെ ബോഡിയെ കവർ ചെയ്തുകൊണ്ട് അതിശക്തമായ ഒരു കവറങ്ങ് തീർത്തതും ആ വെടിയുണ്ടകൾ ആ കവറിൽ തട്ടി താഴെ വീണു. ഇത് ആ മൂവർ സംഘം കണ്ടു. ആ ലേഡി അടുത്തിരിക്കുന്ന ആളുകളോട് പറഞ്ഞു,
അവന്റെ കയ്യിൽ ഒരു സൂപ്പർ ആയുധമുണ്ട്, നമുക്കത് വേണം. അവൻ എന്ത് ചെയ്യുമെന്ന് നോക്കട്ടെ, അവൻ ഉറപ്പായും മരിക്കുമല്ലോ, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കല്ലേ ആ ആയുധം. അങ്ങനെ അവർ പറയുമ്പോഴേക്കും മാർക്ക് ഫെല്ലർ തന്റെ ഇടത് കൈ ഒന്ന് ഉയർത്തിയതും മാർക്കിന്റെ കയ്യിൽ ആ 9 ഡ്രാഗണുകൾ പ്രത്യക്ഷപ്പെട്ടു. 9 ഫയർ ഡ്രാഗണുകൾ, തീ തുപ്പുന്ന 9 ഡ്രാഗണുകൾ. ആ ഡ്രാഗണുകൾ മാർക്കിന്റെ കൈക്ക് ചുറ്റും പ്രത്യക്ഷപ്പെട്ടതും മാർക്ക് ആ കൈ ഉയർത്തി ഒരൊറ്റ ഇടി. മാർക്കിന്റെ കൈ മുന്നേ കാണുന്ന ആ രൂപങ്ങളുടെ നേരെ പാഞ്ഞു വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഡ്രാഗണുകളുടെ അതിശക്തമായ തീ ആ രൂപങ്ങൾക്ക് നേരെ പാഞ്ഞു ചെല്ലുകയാണ്. ആ രൂപങ്ങൾ ആ തീയിലങ്ങ് വെന്ത് വെണ്ണീറായി. ഈ കാഴ്ച ആ മൂവർ സംഘത്തിനെ ശരിക്കും നടുക്കുകയാണ്. അവര് പരസ്പരം അറിയാതെ നോക്കിപ്പോവുകയാണ്. കൊള്ളാമല്ലോ, അങ്ങനെ പറഞ്ഞത് ആ സ്ത്രീയാണ്. ആ സ്ത്രീയുടെ അതുവരെയുള്ള കാഴ്ചപ്പാടുകൾ വേഗം മാറി. അവൾ അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു, ഇവൻ ശരിക്കും ശക്തനാണ്, ഇവനെ പരാജയപ്പെടാൻ നമ്മൾ അനുവദിക്കരുത്. അതുവരെ അവൻ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ അവന്റെ ഡെഡ് ബോഡിയിലുള്ള മാന്ത്രിക ഉരുപ്പടികൾ സ്വന്തമാക്കുന്നതിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്ന ആ സ്ത്രീയുടെ മൂടും ശൈലിയൊക്കെ മാറുകയാണ്. അവൾ പറഞ്ഞത് കേട്ടതും കൂടുതലുള്ളവർ പറഞ്ഞു, നോക്കാം, നമ്മൾ ഇടപെടാതെ അവൻ വിജയിക്കുന്നു നോക്കട്ടെ. അങ്ങനെ പറഞ്ഞിട്ട് ആ മൂവർ സംഘം അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ മാർക്ക് ഫെല്ലർ ഇടത്തുനിന്ന് വലത്തോട്ട് ഒന്ന് പായുകയാണ്. മാർക്കിന്റെ ഇടത് കൈ ശരിക്കും കറങ്ങിങ്ങനെ പായുമ്പോൾ ചുറ്റും കാണുന്ന ആ മുഴുവൻ രൂപങ്ങളും അതേ നിമിഷത്തിൽ വെന്ത് വെണ്ണീറാവുകയാണ്. ആ വൃത്തത്തിനെ പൂർണ്ണമായും തുടച്ചു നിൽക്കിയതും മാർക്ക് മുന്നോട്ടൊരു ഒറ്റ കുതിപ്പ്. മാർക്ക് ആ ഒറ്റ കുതിപ്പിൽ ഏകദേശം ഒരു 10-20 മീറ്റർ കടന്നു കാണും. പക്ഷെ ആ നിമിഷത്തിൽ പിന്നെയും ആ രൂപങ്ങൾ ഒരു മതില് പോലെ മാർക്കിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഇപ്പോ കുറെ കൂടി ശക്തരായി അവർ മാറിയിരിക്കുകയാണ്. ആ രൂപങ്ങൾ മാർക്കിന്റെ അടുത്ത് പ്രത്യക്ഷപ്പെട്ടതും മാർക്ക് ഫെല്ലർ ആ നിമിഷത്ത് തന്നെ സോൾ ടോർമെൻ ടെക്നിക്ക് ആക്ടിവേറ്റ് ചെയ്തു. മാർക്കിന്റെ സോൾ ടോർമെൻ ടെക്നിക്ക് ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടതും ആ ഡെഡ് ബോഡികളുടെ സോള് നിമിഷ നേരം കൊണ്ട് മാർക്കിങ് വലിച്ചെടുക്കുകയാണ്. ഇത് ഒരിക്കൽ കൂടി ആ മൂവർ സംഘത്തിനെ അമ്പരപ്പിക്കുകയാണ്. നേരത്തെ മാർക്ക് ഫെല്ലർ തന്റെ ഇടത് കൈയിലെ ആ ഗ്ലൗ കൊണ്ട് സൃഷ്ടിച്ച 9 ഗോൾഡൻ ഡ്രാഗണുകൾ ഉപയോഗിച്ച് ആ പ്രേതങ്ങളെ കൊന്നൊടുക്കിയെങ്കിൽ ഇപ്പൊ ഇതാ ആ പ്രേതങ്ങളുടെ സോളിനെ തന്നെ ആ ചെറുപ്പക്കാരൻ വലിച്ചെടുക്കുകയാണ്. മാർക്ക് ആ സോളുകളെ ഒരു ചുഴി പോലെ കൊണ്ടുവന്ന് അങ്ങ് വിഴുങ്ങിയതും ആ വളഞ്ഞ പ്രേതങ്ങൾ അവിടെ അവസാനിച്ചു എന്ന് പറയാം. മാർക്ക് മുന്നോട്ട് കുതിക്കുകയാണ്. മുന്നോട്ട് കുതിച്ചോ പിന്നെയും തടസ്സമുണ്ട്. ആ തടസ്സങ്ങൾ മാർക്കിന്റെ മുന്നിലേക്ക് വന്ന ആ നിമിഷത്തിൽ ശക്തമായ ഒരു സോട്ട് ലൈറ്റ് ആ രൂപങ്ങളെ മുഴുവൻ അരിഞ്ഞു വീഴ്ത്തി. മാർക്ക് നോക്കുമ്പോൾ സാക്ഷാൽ ഹീമൻ മാർക്കിനടുത്തേക്ക് നടന്നു വരികയാണ്. മാർക്ക് ഓടി ഹീമന്റെ അടുത്തെത്തി. താങ്ക് യു മാർക്ക്, വാ നമുക്ക് നടക്കാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഹീമനും മാർക്ക് കൂടി നടക്കുമ്പോൾ ഹീമൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നിന്റെ ശക്തി ശരിക്കും വർദ്ധിച്ചിട്ടുണ്ട്. നീ ബ്രേക്ക് ത്രൂ നടത്തിയോ എന്നെനിക്കൊരു സംശയമുണ്ട്. 4th ലെവലിൽ നിൽക്കുന്ന മാർക്ക് ഫെല്ലറുടെ കപ്പാസിറ്റി 5th ലെവലിലേക്ക് കടന്നു എന്നൊരു സംശയമാണ് ഹീമൻ ഉന്നയിച്ചത്. അത് കേട്ടതും മാർക്ക് പറഞ്ഞു, ബ്രേക്ക് ത്രൂ നടത്തിയെന്ന് എനിക്ക് തോന്നുന്നില്ല, പക്ഷേ എന്റെ ശക്തി വർദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞ് സംസാരിച്ച് അവർ രണ്ടുപേരും അവസാനം 9th ലെവലിന്റെ പുറത്തെത്തി. 9th ലെവലിന്റെ പുറത്ത് അവരെത്തിയപ്പോൾ അവരെ കാത്തു നിൽക്കുകയാണ് മീശയും സാക്ഷാൽ മിലിയും. മിലി മാർക്കിനെ കണ്ടതും മാർക്കിനടുത്തേക്ക് ഓടി വന്നു. അവര് മാർക്കിനടുത്തേക്ക് ഓടി എത്തിയിട്ട് മാർക്കിനെ കാൽപാദം മുതൽ തലമുടി വരെ ഒന്ന് സ്കാൻ ചെയ്തു. മാർക്ക്, ഇപ്പോ ഒരു 9th ലെവൽ ട്രൂ സൈന്റിന്റെ പവർ നിനക്കുണ്ടല്ലോ. മാർക്ക്, നീ ബ്രേക്ക് ത്രൂ നടത്തിയോ? സീനിയർ, ഞാൻ ബ്രേക്ക് ത്രൂ നടത്തിയില്ല, പക്ഷേ എനിക്ക് കുറെ അനുഭവങ്ങൾ ഉണ്ടായി. ഏകദേശം 3 മാസങ്ങൾക്ക് മുമ്പാണ് മാർക്കും ഹീമനും കൂടി 8th ലെവൽ പറകട്രിയിൽ നിന്ന് 9th ലെവൽ പറകട്രിയിലേക്ക് പോയത്. ആ 3 മാസം കൊണ്ട് അവർക്ക് അവിടെ നിന്ന് പലതും കിട്ടിയെന്ന് ആ മറുപടി കേട്ടപ്പോൾ മിലിക്ക് മനസ്സിലായി. മിലിക്ക് അത് കേട്ടപ്പോൾ വല്ലാത്തൊരു നഷ്ടബോധം ഫീൽ ചെയ്തു. മാർക്ക് മിലിയെ കൂടെ വിളിച്ചതാണ് 9th ലെവലിലേക്ക് പോവാൻ. ഭയന്നിട്ടാണ് മിലി പോകാതിരുന്നത്. ഇപ്പോ അത് അബദ്ധമായി പോയെന്ന് അവർക്ക് ഒരു തോന്നൽ. അകത്തേക്ക് പോയ മാർക്കല്ല പുറത്തേക്ക് വന്നിരിക്കുന്നത്. മാർക്കിന്റെ ശക്തിയിൽ വൻ വർധനമുണ്ട്. മീശ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഈ പഞ്ചൊന്ന് തടുത്തേ. അങ്ങനെ പറയുന്ന മീശ തന്റെ സർവ്വശക്തിയും കേന്ദ്രീകരിച്ചുകൊണ്ട് മാർക്കിനെ ആഞ്ഞൊരൊറ്റ ഇടി. മീശ മാർക്കിനെ ഇടിച്ചപ്പോൾ മാർക്ക് വെറുതെ കൈ കൊണ്ട് തടുത്തു. ആ കൈ എങ്ങനെ തടുത്തതും മീശ ശരിക്കും തെറിച്ചു പോവുകയാണ്. മാർക്ക് മീശ ആ മലയിൽ നിന്ന് ചെന്ന് ഇടിക്കാതെ മീശയെ പിടിക്കുകയും ചെയ്തു. മീശ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നിന്റെ ബോഡി നേരത്തേക്കാൾ ഒരുപാട് കപ്പാസിറ്റി തേടിയിരിക്കുകയാണ്. അങ്ങനെ മീശ പറഞ്ഞതും മാർക്ക് മീശയോട് പറഞ്ഞു, മീശ, നമുക്ക് നമ്മുടെ ലാവണത്തിലേക്ക് മടങ്ങാം. അവർ രണ്ടുപേരും മിലിയോടും ഹീമനോടും യാത്ര പറഞ്ഞിട്ട് അവിടെ നിന്ന് നേരെ സോളിറ്ററി ക്ലൗഡ് സിറ്റിയിലേക്ക് തിരിച്ചു. സോളിറ്ററി ക്ലൗഡ് സിറ്റിയിൽ അവരെത്തി. അല്പസമയം കഴിഞ്ഞതും മാർക്കിന്റെ മുറിയിലെത്തി.
അതിനുശേഷം നേരെ സുമേരു റിങ്ങിലേക്ക് മീശയും മാർക്കും കൂടി കടന്നു. സുമേരു റിങ്ങിനകത്തേക്ക് കിടന്ന മാർക്ക് ഫെല്ലറും മീശയും ശരിക്കും ഞെട്ടിപ്പോവുകയാണ്. അകത്ത് സുമേരു എനർജി വരുത്തിയിരിക്കുന്ന മാറ്റം അത്രയ്ക്കുണ്ട്. നേരത്തെ ഒരു വലിയ വീടിന്റെ അത്രയും വലിപ്പത്തിലേക്ക് വളർന്നു കഴിഞ്ഞിരുന്ന ആ സുമേരു റിങ് ഇപ്പോ ഒരു കൂറ്റൻ ഫുട്ബോൾ സ്റ്റേഡിയത്തെക്കാളും വളർന്നിരിക്കുകയാണ്. അകത്ത് വേണമെങ്കിൽ ഫുട്ബോൾ മാച്ച് നടത്താം, അത്രയും വലിപ്പമുണ്ട്. ഒരുപാട് പ്രകൃതി വിഭവങ്ങളും അതിനകത്തുണ്ടെന്ന് പറയാം. മാർക്ക് ആ കാഴ്ച കണ്ട് അമ്പരം നിൽക്കുമ്പോൾ മാസ്റ്റർ ഹാരി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഞാൻ പറഞ്ഞില്ലേ ഇതിന്റെ നിർമ്മാതാവ് ഒരു അസാമാന്യ പ്രതിഭാശാലിയാണ്. ഇത്രയും വലിയൊരു സാമ്രാജ്യത്തെ ഒരു റിങ്ങിനുള്ളിലേക്ക് ഒതുക്കാനുള്ള കപ്പാസിറ്റി അത് അധികം ആർക്കും ഉണ്ടാവില്ല. അദ്ദേഹം ആരാണെങ്കിലും ദൈവതുല്യനാണ്. മാർക്കിനും മേസിക്കൊക്കെ സെയിം പറച്ചിലാണ് പറയാനുള്ളത്. ഷാരു ഫാറ്റിയാണ് ശരിക്കും ഇപ്പോൾ സന്തോഷത്തിലായിരിക്കുന്നത്. അവർക്ക് ഓടിക്കളിക്കാൻ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അവരെങ്ങനെ ഓടി ഒളിച്ച് കളിക്കുമ്പോൾ അങ്കിൾ ഗുവാൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, എൻ്റെ കയ്യിൽ ഇത് ഇരുന്നപ്പോൾ ഒരു ചെറിയ സ്ഥലം മാത്രമായിരുന്നു ഇതിനകത്ത് ഉണ്ടായിരുന്നത്. എത്രയോ കാലങ്ങൾക്ക് മുമ്പാണ് എനിക്കിത് കിട്ടിയത്. മാർക്ക്, നിനക്കിത് ഞാൻ ഹാൻഡ് ഓവർ ചെയ്തുകൊണ്ട് എന്തായാലും ഇപ്പോൾ ഒരുപാട് മെച്ചമുണ്ടായിരിക്കുകയാണ്. അങ്കിൾ ഗുവാന് വല്ലാത്ത സന്തോഷം. അയാളുടെ കൈവശം വരുന്ന ആ റിങ്ങിന്റെ പൂർണ്ണ ശക്തി അയാൾ ഇപ്പോഴാണ് കാണുന്നത്. നല്ല പൊക്കമുള്ള അതിവിശാലമായ ആ റിങ്ങിനകത്ത് മാർക്കിനിപ്പോ ഒരുപാട് ബാരലുകൾ ഉണ്ട്. കുറെ ബാരലുകളിൽ ബോൺ കൾട്ടിവേഷൻ വാട്ടറാണ് ഉള്ളത്. വേറെ കുറെ ബാരലുകളിൽ ആ സുമേരു എനർജി നിറച്ചു വെച്ചിരിക്കുകയാണ്. വേറെയും നിലവറകളുണ്ട്. മാർക്ക് ആ പെട്ടി വെച്ചിരിക്കുന്നത് ഒരു സ്ഥലത്താണ്. മാസ്കോച്ച് സ്ത്രീയുടെ ആ ശവപ്പെട്ടി ഉൾപ്പെടെ എല്ലാം അതിനകത്തുണ്ട്. ഷിയാവു മാർക്കിനെ കണ്ട് ചിരിച്ചു. മാർക്ക്, ഇപ്പോ ഇത് ശരിക്കൊരു രസമുള്ള സ്ഥലമാണ്. അങ്ങനെ ഷിയാവു പറഞ്ഞതും മീശ ഷിയാവുവിനോട് ചോദിച്ചു, ഷിയ, എന്റെ ഈ പഞ്ചൊന്ന് തടുത്തേ. അങ്ങനെ പറഞ്ഞുകൊണ്ട് മാർക്ക് ഫെല്ലറെ ഇടിച്ചതുപോലെ തികച്ചും അപ്രതീക്ഷിതമായി മീശ ഷിയെ ഒരു അക്ഷയായി ഇടി. മീശയുടെ ആ ഇടി ഷിയുടെ പുറത്ത് പതിച്ചാൽ ഷിയ തവിട് പൊടിയാവും എന്ന് പറയുമ്പോഴുള്ള ശക്തമായ ഇടിയാണ്. ആ ഇടി ഷിയുടെ പുറത്ത് തൊടാൻ പോയതും പെട്ടെന്ന് ഷിയ ഇടത് കൈകൊണ്ട് മീശയുടെ കയ്യിലും തൊട്ടു. ആ നിമിഷത്തിൽ മീശ ആ നിന്ന സ്ഥലത്തുനിന്ന് തെറിച്ച് ആ സുമേരു റിങ്ങിന്റെ ചുവരിലിടിച്ച് അകത്തേക്ക് വീണു. തലയിലേക്കുള്ള മീശയുടെ അടുത്തേക്ക് മാർക്ക് ഓടിയെത്തിയതും മീശ മാർക്കിനോട് പറഞ്ഞു, ഞാൻ പേടിച്ചു, ഷീയുടെ ശക്തി പോയോന്നു. ഇല്ല, ഷീയുടെ ശക്തി അതുപോലെ തന്നെ ഉണ്ട്. ഇപ്പൊ ഞെട്ടിയിരിക്കുന്നത് സാക്ഷാൽ ഷീയാണ്. അവൾ വെറുതെ കൈയൊന്ന് ഉയർത്തിയതേ ഉള്ളൂ. ആ നിമിഷത്തിൽ മീശ തെറിച്ചു പോവുകയായിരുന്നു. ഷിയ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, എനിക്കെന്തോ വല്ലാതെ പവർ തോന്നുന്നുണ്ട്. അങ്ങനെ ഷിയ പറയുമ്പോൾ എന്ത് പറയണം എന്ന് അറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് മാർക്ക് ഫെല്ലർ. ശരിക്കും ഷിയുടെ ഉള്ളിൽ ഇപ്പോഴും ആ മാസ്ക് വെച്ച സ്ത്രീ ഉണ്ടെന്നാണോ ഈ ശക്തിയുടെ അർത്ഥം വിളിച്ചു പറയുന്നത്? ആ ഒരു ചോദ്യമാണ് മാർക്കിന്റെ ഉള്ളിലുള്ളത്. മാർക്ക് ആ ചോദ്യം പുറത്ത് പ്രകടിപ്പിച്ചില്ല എന്ന് മാത്രം. മീശ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ കൂടുതലൊന്നും ആലോചിക്കണ്ട. മാർക്ക് എന്താണ് ആലോചിക്കുന്നതെന്ന് മീശയ്ക്ക് അറിയാം. അങ്ങനെ മാർക്ക് ആലോചിക്കുമ്പോഴേക്കും മാർക്കിന് ഒരു മെസ്സേജ് കിട്ടി. ജീന മാർക്കിനെ കാണാൻ ആഗ്രഹിക്കുന്നുള്ള മെസ്സേജാണ് മാർക്കിന് കിട്ടിയത്. മാർക്ക് സുമേരു റിങ്ങിൽ നിന്ന് ഇറങ്ങി മാർക്കിന്റെ മുറിയിൽ നിന്ന് പുറത്തു വന്നപ്പോൾ പുറത്ത് ജീന കാത്തു നിൽക്കുകയാണ്. മാർക്ക് താമസിക്കുന്നത് ആ മൂൺ പവലിയനിലാണല്ലോ. ആ പവലിയന്റെ ഉടമയാണ് ഈ ജീന. ജീന മാർക്കിനെ കണ്ടതും ഒന്ന് ചിരിച്ചു. മാർക്ക്, ബാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. മാർക്ക് ജീനയ്ക്കൊപ്പം ആ പവലിയന്റെ സ്വീകരണ മുറിയിലെത്തി. അവിടെയുള്ള സോഫയിൽ മാർക്കിനെതിരെ ഇരുന്ന ജീന മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ എനിക്കൊരു വാക്ക് തരണം. ജീന, എന്താ കാര്യം പറ. മാർക്ക്, ഒരു അത്യാവശ്യ ഘട്ടം വന്നാൽ നീ എന്നെ സംരക്ഷിക്കണം. ജീന, നീ എന്താ അങ്ങനെ ചോദിക്കുന്നത്? മാർക്ക്, എനിക്ക് ഒരു ഭയം ഉള്ളിലുണ്ട്. ഞാൻ ആക്രമിക്കപ്പെട്ടേക്കാം എന്നൊരു തോന്നൽ എനിക്കുണ്ട്. മാർക്ക്, നിനക്ക് പറ്റുന്നത് പോലെ നീ എന്നെ ആ സമയത്ത് രക്ഷിക്കാൻ ശ്രമിക്കണം. പറ്റുന്നത് പോലെ. ഞാൻ നിന്നെക്കൊണ്ട് പറ്റാത്തതൊന്നും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നില്ല. അത് കേട്ടതും മാർക്ക് ജീനയോട് പറഞ്ഞു, ജീന, ഞാൻ വാക്ക് തരുന്നു, എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ നിന്നെ ഞാൻ രക്ഷിച്ചിരിക്കും. ഈ മൂൺ പവലിയനിൽ ഒരുപാട് ആളുകൾ വരികയും താമസിക്കുകയും ചെയ്യുന്ന സ്ഥലമാണ്. വരുന്ന ആളുകൾ എല്ലാവരും നല്ലവരാണെന്നുള്ള അഭിപ്രായമൊന്നും ജീനയ്ക്കില്ല. അവൾ പലരെയും കാണുന്നതാണ്. അവിടെ ആളുകൾ വരികയും പോവുകയും ചെയ്യുന്നത് കൊണ്ടാണ് അവളുടെ കയ്യിൽ ഇൻഫർമേഷൻ ഉള്ളത്. ആളുകളിൽ നിന്ന് അവൾ സ്വീകരിക്കുന്ന ആ ഇൻഫർമേഷനാണ് ശരിക്കും അവളുടെ ഒരു കച്ചവട വസ്തു എന്ന് പറയുന്നത്. പലപ്പോഴും മാർക്കിന് പല വിവരങ്ങൾ നൽകി അവൾ ഒരുപാട് പണം മാർക്കിൻ്റെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ആ കാര്യം ആലോചിച്ച് മാർക്കിന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞതും ജീന മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, എന്നാലും ഞാൻ വിവരം നൽകിയാൽ എനിക്ക് പണം നൽകേണ്ടി വരും.
മാർക്ക് ആലോചിക്കുന്നത് ആ കാര്യമാണെന്ന് അറിയാവുന്നത് കൊണ്ടാണ് ജീന അങ്ങനെ പറഞ്ഞത്. അങ്ങനെ ജീന സംസാരിച്ചപ്പോൾ മാർക്ക് ജീനോട് ചോദിച്ചു, ഈ ഹോളി റീജിയനുമായി കണക്ട് ചെയ്ത മിസ്റ്റിക് വേൾഡ് 9th ലെവൽ പർഗറ്ററിയിൽ ഉണ്ടെന്ന് നീ പറഞ്ഞത് വാസ്തു തന്നെയാണല്ലോ അല്ലേ? മാർക്ക്, ഞാൻ പറഞ്ഞല്ലോ, കേട്ടറിവുകളാണ് എൻ്റെ കൈവശമുള്ളത്. ആ കേട്ടറിവുകൾ ഞാൻ വെരിഫൈ ചെയ്യാറുമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഹോളി റീജിയനിലേക്ക് പോകാൻ 9th പർഗറ്ററിയിലെ ആ മിസ്റ്റിക് വേൾഡ് ചിലപ്പോൾ നിന്നെ സഹായിക്കുമെന്ന്. മാർക്കിന് ആ വാർത്ത വല്ലാത്തൊരു ആവേശമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മാർക്ക് 9th ലെവൽ പർഗറ്ററിയിൽ പോയതേ ഉള്ളൂ. അവിടെയുള്ള തടസ്സങ്ങൾ എന്താണെന്ന് ഇപ്പോൾ മാർക്കിന് അറിയാം. മാർക്ക് കുറെ കൂടി ശക്തി നേടിക്കഴിഞ്ഞാൽ ആ 9th ലെവൽ പർഗറ്ററിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഏത് തടസ്സത്തെയും മാർക്കിന് അതിജീവിക്കാൻ പറ്റും. മാർക്ക് അങ്ങനെ ആലോചിക്കുമ്പോഴാണ് പെട്ടെന്ന് ചില മെസ്സേജുകൾ മാർക്കിലേക്ക് ഓടിയെത്തുന്നത്. ആ മെസ്സേജ് ഈവിൾ എക്സ്റ്റർമിനേറ്ററുടെ സംഘത്തിന്റെയാണ്. ആ ഈവിൾ ടെർമിനേറ്ററും സംഘവും ഒരു മെസ്സേജ് എല്ലാ ഭാഗത്തേക്ക് അയച്ചിരിക്കുകയാണ്. ഹ്യൂമൻ റേസ് അപകടത്തിലാണെന്നാണ് ആ മെസ്സേജ് സൂചിപ്പിക്കുന്നത്. മനുഷ്യവംശത്തെ അറ്റാക്ക് ചെയ്യുന്ന ഏതൊക്കെയോ വംശങ്ങൾ സമീപത്തുള്ള പ്ലാനറ്റുകളിൽ ആക്രമണം നടത്തുന്നു എന്നുള്ള മെസ്സേജ് കിട്ടി. അത് എന്താണെന്ന് മാർക്ക് നോക്കുമ്പോഴേക്കും മാർക്കിന് മറ്റൊരു മെസ്സേജ് കൂടെ കിട്ടി. ആ സ്കൈ സെക്ഷനിൽ നിന്ന് പിയാവോ മെസ്സേജ് അയച്ചിരിക്കുകയാണ്. അവർ അപകടത്തിലാണെന്നാണ് ആ മെസ്സേജ് പറയുന്നത്. അത് കണ്ടതും മാർക്ക് ജീനോട് പറഞ്ഞു, ജീന, ഞാനേ ഒന്ന് പുറത്തേക്ക് പോയിട്ട് വരാം. അവിടുന്ന് പുറത്തിറങ്ങിയ മാർക്ക് ഫെല്ലർ നേരെ പോയത് ആ ടെലിപ്പോർട്ടേഷൻ പ്ലാറ്റ്ഫോമിലേക്കാണ്. ടെലിപ്പോർട്ടേഷൻ പ്ലാറ്റ്ഫോമിലൂടെ മാർക്ക് ഫെല്ലർ ആ സ്കൈ സെക്ഷനിലേക്ക് തിരിച്ചു. ആ സ്കൈ സെക്ഷനിൽ മാർക്ക് ചെല്ലുമ്പോൾ അവിടെ ഞെട്ടിപ്പിക്കുന്ന കാഴ്ചകളാണ് കാണുന്നത്. സകല സ്ഥലത്തും ജഡങ്ങൾ ചിതറിക്കിടക്കുകയാണ്. ഏകദേശം 50,000-ലധികം ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലത്താണ് മാർക്ക് വന്നത്. ആ 50,000 ആളുകളിൽ പകുതി ആളുകളെങ്കിലും മാർക്ക് കടന്നു പോകുന്ന ഭാഗത്ത് ജഡങ്ങളായി കിടക്കുകയാണ്. ആ ബോഡികൾ കാണുന്ന ആർക്കും ഒരു കാര്യം മനസ്സിലാവും, വളരെ ക്രൂരമായാണ് ആ ആളുകളെ കൊല ചെയ്തിരിക്കുന്നത്. കഴുത്തുകൾ വെട്ടിക്കൊലപ്പെടുത്തി എന്നുള്ളത് മാത്രമല്ല, ബോഡിയൊക്കെ മുറിച്ച് മാറ്റിയിരിക്കുകയാണ്, പല കഷ്ണങ്ങളായിട്ടൊക്കെ ശരിക്കും വികൃതമാക്കിയിരിക്കുകയാണ് ബോഡികൾ. മാർക്ക് അമ്പരപ്പോടെ ആ സെക്ഷന്റെ ഹെഡ് ഓഫീസിലേക്ക് ഓടുമ്പോൾ ബോഡികളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. മാർക്ക് ആ സെക്ഷന്റെ തൊട്ട് മുന്നിലെത്തുമ്പോൾ അവിടെ മാർക്ക് മനുഷ്യരുടേത് അല്ലാത്ത രൂപമുള്ള ആളുകളെ കാണുകയാണ്. കണ്ടാൽ മനുഷ്യനാണെന്നേ പറയൂ, പക്ഷേ മനുഷ്യനല്ല എന്ന് ഉറപ്പാണ്. ആ ശൈലിയിലുള്ള ഒരു വ്യതിയാനം അവരുടെ രൂപങ്ങൾക്കുണ്ട്. മാർക്ക് അതിവേഗം ഓടി വരുന്ന കണ്ടതും മാർക്കിനെ ആ രൂപങ്ങൾ തടുത്ത ആളുകളെ തിരിഞ്ഞു പോലും നോക്കാതെ കൊന്നുകൊണ്ട് മാർക്ക് മുന്നോട്ട് കുതിക്കുമ്പോൾ മാർക്കിനെ എതിരിടുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. മാർക്ക് രണ്ടാമതൊന്നും നോക്കുന്നതില്ല. മാർക്കിന്റെ ഇടത് കൈയും വലത് കൈയും ഒരുപോലെ ആ രൂപങ്ങൾക്ക് മുകളിൽ സ്പർശിക്കുമ്പോൾ അവയൊക്കെ ചിതറി തെറിക്കുകയാണ്. ഏകദേശം 100ഓളം ആളുകൾ മാർക്ക് ആ സ്കൈ സെക്ഷന്റെ പ്രധാന ഹാളിലെത്തുമ്പോൾ കൊല്ലപ്പെട്ടു എന്ന് പറയാം. മാർക്കിന് ഭയങ്കരമായി ദേഷ്യം ഉണ്ടായിരുന്നു. അത്രയേറെ ക്രൂരതയാണ് ആ വരും വഴിയിൽ മാർക്ക് കണ്ടത്. മാർക്ക് ഫെല്ലർ ആ ഹാളിലേക്ക് കയറുമ്പോൾ അവിടെ ഒരു വല്ലാത്ത കാഴ്ചയുണ്ട്. ആ ഹാളിന്റെ ഒത്ത നടുക്ക് ഒരു സ്തൂപം നിൽക്കുകയാണ്. ആ സ്തൂപത്തിന് ചുറ്റുമായി ആ സ്കൈ സെക്ഷനിലെ ആളുകൾ മുഴുവൻ മുട്ടുകുത്തി നിൽക്കുകയാണ്. ബലമായി അവരെ മുട്ടുകുത്തിച്ചിരിക്കുന്നുവെന്ന് ഒറ്റ നോട്ടത്തിൽ വ്യക്തമാണ്. മുട്ടുകുത്തി നിൽക്കുന്നതിൽ ഒരാള് പിയാവോയാണ്. പിയാവോയുടെ ഒപ്പം അവളെക്കാൾ ശക്തരായ ട്രൂ സൈന്യകളും മുട്ടുകുത്തി നിൽക്കുകയാണ്. ഈ ശൈലിയിലുള്ള ട്രൂ സൈന്യങ്ങളെ മുട്ടുകുത്തിക്കാൻ കപ്പാസിറ്റി അവിടെ വന്ന ആളുകൾക്കുണ്ട്. മാർക്ക് രണ്ടാമൊന്നും ആലോചിക്കാതെ ആ കാണുന്ന ആളുകളെയൊക്കെ തകർത്ത് മുന്നേറുമ്പോൾ ആ സ്ക്വയറിന് അടുത്തുള്ള ആളുകൾ ആ കാഴ്ച കണ്ടു. ഒരു ചെറുപ്പക്കാരൻ അവരുടെ കൂട്ടത്തുള്ള ആളുകളെ മുഴുവൻ കൊന്നൊടുക്കുകയാണ്. പെട്ടെന്ന് ആ സെക്ഷൻ ലീഡർ മാർക്കിനെ നോക്കി അലറി, ഏയ് ആരാ നീ? ഈ സമയത്ത് പിയാവോയും ബാക്കിയുള്ള ആളുകളൊക്കെ മാർക്കിനെ കണ്ടു. മാർക്കിനെ കണ്ടതും അവർക്ക് വല്ലാത്ത ആശ്വാസം. പിയാവോ ഉറക്കെ വിളിച്ചു, മാർക്ക്. മാർക്ക് പിയാവോയുടെ ശബ്ദം കേട്ടു. പക്ഷെ ആ നിമിഷത്തിൽ മാർക്കിനെ അറ്റാക്ക് ചെയ്യുന്ന ആളുകളെ മാർക്ക് തകർത്ത് തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ്. മാർക്കിന് ആ എൻറ്റയർ ടീമിനെ അവസാനിപ്പിക്കാൻ ഏതാനും മിനിറ്റുകളെ വേണ്ടി വന്നുള്ളൂ. ഈ സമയത്ത് അവിടെ ഒറ്റയ്ക്കായി ആ സെക്ഷൻ ലീഡർ. അയാള് അമ്പരപ്പോടെ ആ കാഴ്ച വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 300-ലധികം ആളുകളുമായിട്ടാണ് അയാൾ അവിടെ എത്തിയത്. ആ 300 ആളുകളും കൊല്ലപ്പെട്ടുവെന്ന് അയാൾക്കിപ്പോൾ പൂർണ്ണ ബോധ്യമാണ്. ദേഷ്യം കൊണ്ട് ഉറച്ച ആ സെക്ഷൻ മാസ്റ്റർ മാർക്കിനെ നോക്കി അവനോട് പറഞ്ഞു, ഏയ് ആരാ നീ എന്താ ചെയ്തെന്നറിയാവോ? മാർക്ക് ഫെല്ലർ രണ്ടാമൊന്നും ആലോചിക്കാതെ കൈ നിവർത്തി ഒരു ഒറ്റ ഇടി. മാർക്കിന്റെ ഇടി അയാളുടെ പുറത്ത് പതിക്കുന്നായത് പെട്ടെന്ന് അയാളെ മാറി. അയാള് കുറച്ച് മാറി നിൽക്കുകയാണ്. എന്നെ തൊടാൻ നീ ആയില്ല. മാർക്കിന് കഥ മനസ്സിലായി. അയാള് ഇമേജ് വെച്ച് കളിക്കുന്നതാണ്. പെട്ടെന്ന് മാർക്ക്
ആ പ്രസിദ്ധമായ ഷ്രിങ്കിങ് എർത്ത് ബൈ ആൻ ഇഞ്ച് ആക്ടിവേറ്റ് ചെയ്ത് അയാൾ തൊട്ടുമുന്നിലെത്തി. അയാൾക്ക് എന്തെങ്കിലും പറയാൻ കഴിയുമ്പോൾ മാർക്കിന്റെ ഇടി അയാളുടെ തലയിൽ പതിക്കുകയും ചെയ്തു. ആ ഇടിയേറ്റ് ആ തല ചിതറുമ്പോൾ അതിൽ നിന്ന് ഒരു സോള് പുറത്തേക്ക് ചാടി. മാർക്കിനെ ഒന്ന് നോക്കിയിട്ട് ആ സോള് പറഞ്ഞു, ഏയ്, നീ തൊട്ട് കളിച്ചിരിക്കുന്നത് നീ തൊടാൻ പാടില്ലാത്ത ഒരു വംശത്തെയാണ്. അങ്ങനെ ആ സോള് പറഞ്ഞതും മാർക്കിന്റെ ആ സോൾ ടോർമെന്റ് ടെക്നിക്ക് ആക്ടിവേറ്റ് ചെയ്ത് ഒരു ഒറ്റപ്പിടുത്തം. ഒരു ഗോൾഡൻ കൈ ആ സോളിനെ ഒറ്റ പിടിയും പിടിക്കുകയായിരുന്നു. ആ സോളിനെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമ്പോൾ മാർക്ക് ആ സോളിനെ കടിച്ചു മുറിച്ചങ്ങ് തിന്നു. ശരിക്കും നമ്മൾ തിന്നാൻ കഴിയുന്ന എന്തെങ്കിലുമൊക്കെ കടിച്ചു പോച്ച് തിന്നൂല, അതേപോലെ മാർക്ക് ടക്ക് 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 തിന്നപ്പോൾ ഈ രംഗം വേറൊരു സ്ഥലത്ത് ഒരു പ്രതലത്തിൽ കാണുകയാണ് വേറൊരു മനുഷ്യൻ. അയാൾ കൈ ഉയർത്തി ആ മേശപ്പുറത്ത് ആഞ്ഞടിച്ചു. അയാൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാഴ്ചയാണ് അയാൾ കണ്ടിരിക്കുന്നത്. അയാളുടെ ഡിവൈൻ സെൻസിന്റെ ഒരു ഭാഗത്തെയാണ് അയാൾ അവിടെ ഒരു ക്ലോണായി സൃഷ്ടിച്ചയച്ചത്. ആ ക്ലോണിനെയാണ് അവിടെ ഒരു യോദ്ധാവ് ഇതാ കൊലപ്പെടുത്തിയിരിക്കുന്നത്. കൈ ആ മേശപ്പുറത്ത് ആഞ്ഞടിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു, നീ കാത്തിരുന്നോ, ഞാൻ വരുന്നുണ്ട്. മാർക്ക് ഫെല്ലർ ഈ സംഭവം അറിയുന്നില്ലല്ലോ. മാർക്ക് തിരിഞ്ഞ് താഴെ ഇരിക്കുന്ന ആളുകളെ മുഴുവൻ എണീപ്പിച്ചിട്ട് അവരോട് പറഞ്ഞു, എന്താ സംഭവിച്ചത്? പിയാവോ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഗോസ്റ്റ് റേസുകാരാണ് ഇവിടെ വന്നത്. ഗോസ്റ്റ് റേസോ? അതേ മാർക്ക്, നമ്മുടെ മനുഷ്യരോട് ഒരുപാട് വിരോധമുള്ള ഒരു വംശമാണ് ഈ ഗോസ്റ്റ് റേസ് എന്ന് പറയുന്നത്. അവര് മറ്റേതോ പ്ലാനറ്റിലുള്ളതാണ്. അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗോസ്റ്റ് റേസ് എന്ന്. നമ്മളുമായി അവർക്ക് വേറെ ബന്ധമൊന്നുമില്ല. അവരിതുപോലെ പലപ്പോഴും നമ്മൾ ആക്രമിക്കാറുണ്ട്. പക്ഷെ ഈ ശൈലിയിലൊരു ആക്രമണം എൻ്റെ അറിവിൽ ആദ്യമായിട്ടാണ്. പിയാവോ അത് പറഞ്ഞതും സീനിയർ ആയുള്ള ഒരാള് മാർക്കിനോട് പറഞ്ഞു, അതേ മാർക്ക്, ഞാനും ഒരുപാട് കാലങ്ങളായി അറിയുന്നതാണ് ഈ ഗോസ്റ്റ് റേസിനെ. ആദ്യമായിട്ടാണ് ഈ ശൈലിയിൽ ഒരു ആക്രമണം ഉണ്ടാകുന്നത്. അങ്ങനെ അവർ സംസാരിക്കുമ്പോൾ ആ ഈവിൽ ടെർമിനേറ്ററുടെ മെസ്സേജിന്റെ ഫലമായിട്ട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാഞ്ഞു പോകുന്നത് അവർക്ക് കാണാം. ആകാശത്തൂടെ പാഞ്ഞു പോകുന്ന ആളുകളെ കണ്ടതും മാർക്ക് ഫെല്ലർ പിയാവോട് പറഞ്ഞു, പിയാവോ, ഇനി ഇവിടെ നിൽക്കണ്ട, എന്തോ സംഭവിക്കാൻ പോവുകയാണ്. നിങ്ങളൊരു കാര്യം ചെയ്യും, എല്ലാ ആളുകളെയും സംഘടിപ്പിക്കും. നമുക്ക് ഇവിടുന്ന് സോളിറ്ററി ക്ലൗഡ് സിറ്റിയിലേക്ക് പോവാം. അവിടെ നിങ്ങൾക്ക് ആവശ്യമായ സംരക്ഷണം ഞാൻ ഒരുക്കാം. പിയാവോയ്ക്കും കൂടെയുള്ള ആളുകൾക്കും അവരുടെ ആ സെക്ഷൻ വിട്ടുപോകുന്നതിൽ വിഷമമുണ്ടെങ്കിലും അവിടെ ഇനി നിന്നാൽ ജീവൻ പോലും രക്ഷിക്കാൻ കഴിയില്ലെന്ന് ഉറപ്പാണ്. ആ കാര്യം അറിവുള്ളതുകൊണ്ട് പിയാവോ ഉടൻ തന്നെ ആളുകളെ സംഘടിപ്പിക്കാനുള്ള ഒരു ഓർഡർ ഇട്ടു. 50,000-ൽ പരം ആളുകൾ ഉണ്ടായിരുന്ന ആ പ്ലാനറ്റിൽ നിന്ന് അടുത്ത 2 ദിവസം കൊണ്ട് പിയാവോ കളക്ട് ചെയ്തെടുത്തത് വെറും 3000 ആളുകളെയാണ്. കൾട്ടിവേറ്റേഴ്സ് അതിൽ കുറച്ചേ ഉള്ളൂ, ബാക്കിയെല്ലാം സാധാരണ ആളുകളാണ്. മാർക്ക് ഫെല്ലർ അവരെ മുഴുവൻ അവിടെ നിന്ന് സോൾട്ടറി ക്ലൗഡ് സിറ്റിയിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടികൾ ആരംഭിച്ചു. മാർക്കിന്റെ കയ്യിൽ വാർഷിപ്പ് ഉണ്ട്, അതുപോലെ വാർഷിപ്പ് പിയാവോയുടെയും കയ്യിലുമുണ്ട്. ആ വാർഷിപ്പുകളിൽ ആ എൻ്റെ ടീമിനെയും സോളിറ്ററി ക്ലൗഡ് സിറ്റിയിലേക്ക് മാർക്ക് അങ്ങനെ നയിച്ചുകൊണ്ട് പോകുമ്പോൾ മാർക്കും പിയാവോ ഒക്കെ ആ കാഴ്ചയിൽ കാണുകയാണ്. ഒരുപാട് യോദ്ധാക്കൾ വാർഷിപ്പുകളിലും അല്ലാതെയും ആകാശത്തിലൂടെ പാഞ്ഞു പോകുന്നുണ്ട്. മറ്റേതൊക്കെയോ സ്ഥലങ്ങളിൽ ഗോസ്റ്റ് റേസുകളുടെ ആക്രമണം ഉണ്ടായെന്ന് ആ കാഴ്ച വിളിച്ചു പറയുകയാണ്. പിയാവോ ഒരാളോട് കാര്യം തിരക്കിയപ്പോൾ അയാൾ പറഞ്ഞു, ഡീമൺ റേസുകാർ ഹ്യൂമൻ റേസിനെ ആക്രമിച്ചു. വേറെ ആൾ പറഞ്ഞത് ഗോസ്റ്റ് റേസ് ആക്രമിച്ചു എന്നാണ്. ഡീമൺ റേസും ഹ്യൂമൻ റേസും തമ്മിൽ പലപ്പോഴും കൂട്ടിമുട്ടാറുണ്ട്. മൃഗങ്ങളും ചെടികളും ഒക്കെ ഒരു നിശ്ചിത ഏജ് കഴിയുമ്പോൾ അവർക്ക് ഡിവൈൻ സെൻസ് ഉണ്ടാവുകയും ആ ഡിവൈൻ സെൻസ് വലുതായി വരുമ്പോൾ അവര് മനുഷ്യരായി മാറുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ അവരെ ഡീമൻ എന്ന് വിളിക്കുക. ഗോസ്റ്റ് ഇതൊന്നുമല്ല, അത് വേറൊരു റേസാണ്. മനുഷ്യരുടെ രൂപത്തിലേക്ക് മാറുന്ന ചെടികളും മൃഗങ്ങളും ഒക്കെ ഒരു വംശമായി മാറുമ്പോൾ അതിനെ നമ്മൾ ഡീമൻ വംശം എന്ന് വിളിക്കും. മനുഷ്യരുടെ വംശം പോലെ മറ്റൊരു വംശം. എന്നാൽ ഗോസ്റ്റ് വംശം ഇതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒന്നാണ്. മാർക്ക് ഫെല്ലർ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ മറ്റൊരു കൾട്ടിവേറ്റർ മാർക്കിനോട് പറഞ്ഞു, ഇവിടെ ഇടതുവശത്തുള്ള പ്ലാനറ്റിൽ മോൺസ്റ്റർ റേസർ ആക്രമിച്ചു. ചെകുത്താന്മാരുടെ ഒരു വംശം എന്ന് വിളിക്കാൻ കഴിയുന്ന മോൺസ്റ്റേഴ്സിന്റെ വംശവും ഇതാ മനുഷ്യന്മാരെ ആക്രമിക്കുകയാണ്. 3 വ്യത്യസ്ത വംശങ്ങൾ മനുഷ്യവംശത്തെ ആക്രമിച്ചിരിക്കുന്നു. സോളിറ്ററി ക്ലൗഡ് സിറ്റിയിൽ മാർക്ക് ഫെല്ലർ പിയാവോ ട്യൂമുമായി മടങ്ങിയെത്തിയപ്പോൾ മാർക്കിനെ അമ്പരപ്പിക്കുന്ന കാര്യം അതാണ്. എന്തിന് ഹ്യൂമൻ റേസിനെ ഈ 3 റേസുകളും ഇപ്പോൾ ആക്രമിക്കുന്നു? അവനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടാണ് മാർക്ക് ആ സോളിറ്ററി ക്ലൗഡ് സിറ്റിയിൽ എത്തിയത്. അവിടെ എത്തിയതും മാർക്ക് ജീനയെ വിളിച്ചു. ജീനയോട് മാർക്ക് കാര്യം പറഞ്ഞതും ജീന മാർക്ക് കൊണ്ടുവന്ന ആ 3000-ഓളം ആളുകൾക്കും താമസിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കി. മാർക്കിനോടായി ജീന പറഞ്ഞു, മാർക്ക്, ഈ കാര്യത്തിൽ നീ എനിക്ക് വേറെ സഹായമൊന്നും ചെയ്തു തരണ്ട, പക്ഷേ ഞാൻ പറഞ്ഞ കാര്യം മറക്കരുത്. ജീന, ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കും നിന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ അതിനൊറ്റ അർത്ഥമേ ഉള്ളൂ, ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ നിന്നെ പ്രൊട്ടക്ട് ചെയ്യുമെന്നാണ്. അങ്ങനെ മാർക്ക് പറഞ്ഞതും ജീന
ഒന്നും മിണ്ടാതെ മാർക്കിനെ അല്പനേരം അങ്ങനെ നോക്കി നിന്ന് പോവുകയാണ്. അല്പനേരം അങ്ങനെ നോക്കി നിന്നിട്ട് ജീന മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഞാൻ എന്തായാലും ഇവർക്കുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കട്ടെ. അങ്ങനെ പറഞ്ഞിട്ട് ജീന അതിവേഗം മോൺ പവലിയിലേക്ക് മടങ്ങി. അവളുടെ മനസ്സിനെ മാർക്കിന്റെ മറുപടി ഒന്ന് പിടിച്ചുലച്ചു എന്ന് പറയാം. മാർക്കിന്റെ കയ്യിൽ നിന്ന് അവൾ ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചെടുക്കുന്നതാണ്. പക്ഷേ അവളെ സംരക്ഷിക്കാനായി സ്വന്തം ജീവൻ കളയാൻ താൻ മടിക്കില്ല എന്ന് മാർക്ക് ഫില്ലർ പറഞ്ഞപ്പോൾ ഉലഞ്ഞത് അവളുടെ മനസ്സാണ്. ഈ സംഭവവികാസങ്ങൾ ഇവിടെ അങ്ങനെ അരങ്ങേറുമ്പോൾ മാർക്ക് ഫില്ലർക്ക് ഒരു മെസ്സേജ് കൂടെ കിട്ടി. ആ മെസ്സേജ് കിട്ടിയതും മാർക്ക് 4th ലെവൽ പറക്കേറ്ററിലേക്ക് പാഞ്ഞെത്തി. മാർക്ക് അവിടെ എത്തുമ്പോൾ മാർക്ക് കാണുന്നത് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്ന ക്യൂനെയും വാങ് ഫെങ്ങിനെയുമാണ്. അവിടെ തൊട്ടടുത്ത് സാക്ഷാൽ ജൂ ഉണ്ട്. മാർക്കിനെ കേട്ടതും ക്യൂന പറഞ്ഞു, ബ്രദർ മാർക്ക്, ലോർഡ് ജൂ വന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങള് തീർന്നനെ. അത് കേട്ടപ്പോൾ ചിരിച്ചുകൊണ്ട് ജൂ പറഞ്ഞു, ഹേയ് മാർക്ക്, ആ ഗോസ്റ്റുകൾ എനിക്ക് കാര്യമായി ഇടിക്കാനുള്ള അവസരം പോലും നൽകിയില്ല, അനുപമാർ തീർന്നുപോയി. അങ്ങനെ പറഞ്ഞിട്ട് അവര് കൊന്ന അനവധി ഗോസ്റ്റുകളെ ജൂ എടുത്ത് മുന്നിലേക്ക് വെക്കുകയും ചെയ്തു. മാർക്ക്, ഈ ഗോസ്റ്റുകളെയൊക്കെ പൊരിച്ച് നമുക്ക് ഇറച്ചിയാക്കണം. ഡീമൻ ബീസ്റ്റുകളെ പൊരിച്ച് ഇറച്ചിയാക്കുന്ന ഒരു ശീലമുള്ളത് കൊണ്ടാണ് ആ ഗോസ്റ്റ് രൂപത്തിലുള്ള ജീവികളെയും പൊരിക്കാൻ ജൂ തീരുമാനിച്ചത്. ഈ ജൂവിന്റെ ആ ഡയലോഗ് കേട്ടപ്പോൾ എന്ത് മറുപടിയാണ് അതിന് പറയേണ്ടതെന്നറിയാതെ മാർക്ക് അറിയാതെ ജൂവിനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ജൂവും ക്യൂനയും വാങ് ഫെങ്ങുമായിട്ട് മാർക്ക് വീണ്ടും സോളിറ്ററി ക്ലൗഡ് സെക്ഷനിലേക്ക് എത്തി. അവരെല്ലാവരും സുമേരു റിങ്ങിൽ മടങ്ങിയെത്തുമ്പോൾ മീശ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഒരു വിഷയമുണ്ട്. എന്താ മീശ? നീ ജൂവിനെ ശ്രദ്ധിച്ചായിരുന്നു? ഇല്ല, ജൂവിന്റെ ബോഡിയിൽ ഒരു പ്രശ്നമുണ്ട്. മീശ, നീ എന്താ പറയുന്നത്? മാർക്ക്, അവരുടെ മരണം അടുത്തതിന്റെ ഒരു സൂചന അവർ ബോഡിയിൽ കാണാം. മാർക്ക് ഫില്ലർക്ക് മീശ പറഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ ശരിക്കൊരു ഞെട്ടലും വിറയലും ഒക്കെ ഉണ്ടായത്. ജൂ ഇപ്പം മാർക്കിന്റെ ഭാഗമാണ്. ആ ജൂവിന്റെ ബോഡിക്ക് ഒരു വിഷയമുണ്ട്. നിശ്ചിത വയസ്സുവരെ മാത്രമേ നിർവാണ ബോഡിക്കാർക്ക് ജീവിച്ചിരിക്കാൻ പറ്റൂ. അത് കഴിഞ്ഞാൽ ആ ആള് മരിക്കും. അത് ആ ബോഡിയുടെ ശാപമാണ്. നേരത്തെ മരണത്തെ മുഖാമുഖം കണ്ട ആളാണ് ജൂ. മാർക്ക് അന്ന് ആ ബ്ലാക്ക് കുടുംബത്തിൽ നിന്ന് കിട്ടിയ പർപ്പിൾ കളർ പേൾ ഉപയോഗിച്ചാണ് ജൂവിനെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്നത്. ഇപ്പോ ജൂവിന്റെ യഥാർത്ഥ മരണം ജൂവിനെ തേടി വരികയാണ്. അതാണ് മീശ മാർക്കിനോട് പറഞ്ഞതിന്റെ സാരാംശം. അത് കേട്ടത് മാർക്ക് ഫില്ലർ അമ്പരപ്പോടെ ജൂവിനെ അറിയാതെ നോക്കിപ്പോയി. ഈ സംഭവവികാസങ്ങൾ അവിടെ എങ്ങനെ അരങ്ങേറുമ്പോൾ ഹോളി റീജിയനിൽ ബ്ലാക്ക് കുടുംബത്തിൽ ഒരു മീറ്റിംഗ് നടക്കുകയാണ്. മീറ്റിംഗിന് നേതൃത്വം വഹിക്കുന്നത് സാക്ഷാൽ ടിയാൻഷി ബ്ലാക്ക് തന്നെയാണ്. ആ 9 കുടുംബങ്ങളുടെയും പ്രധാനപ്പെട്ട ആളുകൾ അവിടെ എത്തിയിട്ടുണ്ട്. അവർ മാത്രമല്ല, എൻ്റെ ഹോളി റീജിയനിലെയും പ്രധാന കുടുംബങ്ങളിലെ ആളുകളെല്ലാം എത്തിയിരിക്കുകയാണ്. ഒരു 100-300 ആളുകൾ പങ്കെടുക്കുന്ന മീറ്റിംഗ് ആണ്. അധ്യക്ഷം വഹിക്കുന്ന ടിയാൻഷി ബ്ലാക്ക് എല്ലാവരോടായി പറഞ്ഞു, നിങ്ങളെല്ലാവരും ആ വാർത്ത കേട്ട് കാണും. പറഗേറ്ററി ആക്രമിക്കപ്പെട്ട വാർത്ത. നമ്മുടെ ഹ്യൂമൻ റേസിനെ ഗോസ്റ്റ് റേസും മോൺസ്റ്റർ റേസും അതുപോലെ ഡീമൺ റേസും ചേർന്ന് ഒന്നിച്ച് ആക്രമിക്കുകയാണ്. ഇന്ന് പറഗേറ്ററി ആക്രമിക്കപ്പെട്ടാൽ നാളെ ഹോളി റീജിയൻ ആക്രമിക്കപ്പെടും. നമ്മുടെ ഹോളി റീജിയനെ ഈ റേസുകളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷിക്കുന്നത് യഥാർത്ഥത്തിൽ പറഗേറ്ററിയാണ്. ഹോളി റീജിയന്റെ തൊട്ടു മുന്നിൽ ഒരു തടസ്സം പോലെ, ഒരു മറ പോലെ ഉള്ള സ്ഥലമാണ് പറഗേറ്ററി എന്നാണ് ആ ബ്ലാക്ക് കുടുംബത്തിലെ തലവൻ പറയാതെ പറയുന്നത്. മാർക്ക് ഫില്ലർ എങ്ങാനും ഈ ഡയലോഗ് കേട്ടിരുന്നെങ്കിൽ മാർക്കിന് പെട്ടെന്ന് കഥ മനസ്സിലായേ. ബ്ലാക്ക് കുടുംബത്തിന്റെ ടിയാൻഷി അത് പറഞ്ഞതും ലീമാൻ ഉറക്കെ പറഞ്ഞു, ലോ ടിയാൻഷി, അങ്ങനെ ഒരു വിഷമത്തോടെ പറയേണ്ട കാര്യമൊന്നുമല്ല ഇത്. അവന്മാര് എത്ര പേര് വന്നാലും നമുക്കിവിടെ ഈസി ആയിട്ട് അവരെ തോൽപ്പിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ കാര്യം അതല്ല, അവരിവിടേക്ക് വരാതിരിക്കാൻ പറഗേറ്ററി എങ്ങനെ സംരക്ഷിക്കാമെന്നുള്ളതാണ് പ്രധാന കാര്യം. നമ്മുടെ ഇവിടുന്ന് നമ്മൾ നാടുകടത്തിയ ആളുകളാണ് ആ പറഗേറ്ററിയിലുള്ളത്. അവിടെ ട്രൂ സെയിന്റുകൾ ഒരുപാട് ഇപ്പോൾ ഉണ്ട്. ആ ട്രൂ സെയിന്റുകളൊക്കെ ഈ ഗോസ്റ്റ് റേസിന്റെയും മോൺസ്റ്റർ റേസിന്റെയും അതുപോലെ ഡീമൺ റേസിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരമാണ് ഇവിടെ അറിയുന്നത്. നമ്മൾ അത് സീരിയസ് ആയി കാണണം. ടിയാൻഷിയുടെ വാദത്തോട് യോജിച്ചുകൊണ്ടുള്ള ഒരു ഡയലോഗാണ് ലീമാൻ നടത്തിയത്. മറ്റ് ആളുകളൊക്കെ ഈ ശൈലിയിൽ ഡയലോഗുകൾ പറഞ്ഞു തുടങ്ങി. ഹോളി റീജിയൻ ആക്രമിക്കപ്പെടുന്നതിന് മുന്നേ പറഗേറ്ററി ശക്തമാക്കണം. പറഗേറ്ററി ശക്തമാക്കിയാൽ ഹോളി റീജിയനെ സംരക്ഷിക്കാൻ വളരെ എളുപ്പമാണ്. ആളുകൾ പല ശൈലിയിൽ ആ ഡയലോഗുകൾ പറയുകയാണ്. ഒരു പ്ലാന് അവർക്ക് ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. ഈ സംഭവവികാസങ്ങളൊന്നും പറഗേറ്ററിയിലെ സോളിറ്ററി ക്ലൗഡ് സിറ്റിയിലുള്ള മാർക്ക് അറിയുന്നില്ല. മാർക്കിന്റെ മനസ്സിൽ പൂർണ്ണമായും ഇപ്പൊ ജൂ ആണുള്ളത്. ജൂ ഏത് നിമിഷത്തിലും മരണപ്പെടാം. മാർക്കിന് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണത്. മാർക്ക് അതിനെക്കുറിച്ച് ആലോചിച്ചിരിക്കുമ്പോൾ അങ്കിൾ ഗുവാൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, എന്റെ അറിവിൽ 4-5 നിർവാണ ബോഡിക്കാർ ഈ പറഗേറ്ററിയിൽ പലപ്പോഴായി ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരാളും
അവരുടെ ആ അലോട്ടഡ് സമയത്തെ അതിജീവിച്ചിട്ടില്ല. സാധാരണഗതിയിൽ ഒരു മാർഷൽ സെയിന്റ് ഇവിടെ ഹോളി റീജിയണൽ നേസന്റ് സോൾ സ്റ്റേജ്, ആ സ്റ്റേജിലേക്ക് കടക്കുമ്പോൾ ഭൂമിയിലെ മനുഷ്യന്റെ ആയുസിനെ മറികടക്കും. പിന്നീട് അവർക്ക് ഒരുപാട് വർഷം ജീവിച്ചിരിക്കാൻ പറ്റും. ട്രൂ സെയിന്റുകൾ ആയിരക്കണക്കിന് വർഷങ്ങൾ വേണമെങ്കിൽ ജീവിച്ചിരിക്കും. പക്ഷേ നിർവാണ ബോഡിക്കാർക്ക് അത്രയും പോകാൻ പറ്റില്ല. അതിനു മുമ്പ് അവർ മരിക്കും. ആ കാര്യമാണ് അങ്കിൾ ഗുവാൻ മാർക്കിനോട് പറഞ്ഞത്. മാർക്കും അങ്കിൾ ഗുവാനും കൂടെ അങ്ങനെ സംസാരിക്കുമ്പോൾ മാർക്ക് ജീനയുടെ ശബ്ദം കേട്ടു. മാർക്ക് ഉടൻ തന്നെ ആ സുമേരു ഇറങ്ങിയെന്ന് പുറത്തിറങ്ങി ജീനയുടെ അടുത്തെത്തി. ജീന എന്താ വിളിപ്പിച്ചത്? മാർക്ക്, ഞാൻ നീ പറഞ്ഞതുപോലെ എല്ലാ അറേഞ്ച്മെന്റ്സും ചെയ്തിട്ടുണ്ട്. അങ്ങനെ മാർക്കിനോട് ജീന പറഞ്ഞതും മാർക്ക് ജീനയോട് ചോദിച്ചു, ജീന, നിർവാണ ബോഡിക്കാർക്ക് ഒരു ശാപമുള്ള കാര്യം നിനക്ക് അറിയാമല്ലോ? മാർക്ക്, എനിക്കറിയാമത്. അവർക്ക് നിശ്ചിത പ്രായം വരെ ജീവിച്ചിരിക്കാൻ പറ്റൂ. അത് അവരുടെ ബോഡിയിലുള്ള ശാപമാണ്. ജീന, ആ ശാപത്തെ മറികടക്കാൻ എന്തെങ്കിലും മാർഗമുള്ളതായി നീ കേട്ടിട്ടുണ്ടോ? മാർക്ക് ആ ചോദ്യം ചോദിച്ചതും ജീന അല്പനേരം ആലോചിച്ചിട്ട് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഒരു മാർഗമുണ്ട്. മാർഗം ഉണ്ടെന്നോ? അതേ മാർക്ക്, ഒരു മാർഗമുണ്ട്. പക്ഷേ അത് ഭയങ്കര റിസ്ക് ആണ്. നീ കാര്യം പറ ജീന. മാർക്ക്, നീ വെർമേലിയൻ ബേർഡ് എന്ന് കേട്ടിട്ടുണ്ടോ? വെർമേലിയൻ ബേർഡോ? അങ്ങനെ ഒരു ബേർഡ് ഉണ്ട്. അത് ഈ 9th പർഗറ്ററിയിലുണ്ട്. അതിന്റെ രക്തം കിട്ടിയാൽ ആ രക്തം ഉപയോഗിച്ച് ഈസി ആയിട്ട് ഈ നിർവാണ ബോഡിക്കാരുടെ പ്രശ്നത്തെ പരിഹരിക്കാം. അങ്ങനെ പറഞ്ഞ ജീന മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, പക്ഷേ നിനക്കറിയാമല്ലോ, പർഗറ്ററിയുടെ ഏറ്റവും നടുക്കുള്ള സ്ഥലമാണ് 9th ലെവൽ പർഗറ്ററി. ആ പർഗറ്ററിയുടെ ഏറ്റവും ഉള്ളിലാണ് ഈ വെർമിലിയൻ ബേർഡ്സ് ഉള്ളത്. അവിടെ വരെ പോകാൻ സാക്ഷാൽ ഇമോർട്ടൽ ചക്രവർത്തിമാർക്ക് പോലും പറ്റില്ല. അതുകൊണ്ട് അവിടേക്ക് പോയി ആ പക്ഷിയെ പിടികൂടെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അത് കേട്ടതും മാർക്ക് ഫെല്ലർ ജീനോട് പറഞ്ഞു, ജീന, അതങ്ങനെയല്ല. എന്റെ ഏറ്റവും വേണ്ടപ്പെട്ട സുഹൃത്തിനാണ് ഇപ്പോ പ്രശ്നം വന്നിരിക്കുന്നത്. ഞാൻ എന്തായാലും നീ പറഞ്ഞ സ്ഥിതിക്ക് അവിടെ വരെ പോകും. മാർക്ക്, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ നീ ചോദിച്ചുകൊണ്ട് പറഞ്ഞാണ്. നീ പോകാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും എനിക്കത് അനുവദിക്കാൻ പറ്റില്ല. മാർക്ക്, നീ തമാശ പറയാതെ. ജീന ഒരു വിധത്തിലും മാർക്കിനെ അവിടേക്ക് പോകാൻ സമ്മതിക്കില്ല എന്ന് തീർത്തു പറയുമ്പോഴാണ് അകത്ത് ജൂവിന്റെ ഒരു ശബ്ദം മാർക്ക് കേട്ടത്. സുമേരു റിങ്ങിനകത്ത്. ശരിക്കും ജൂ ഇതിനിടയിൽ വൻതോതിൽ എനർജി നേടിക്കഴിഞ്ഞിരുന്നു. ആ എനർജി ജൂ ആ റിങ്ങിനിട്ട് ഒന്ന് പൊട്ടിച്ചതാണ് മാർക്ക് കേട്ടത്. മാർക്ക് ഉടൻ ജീനയോട് യാത്ര പറഞ്ഞിട്ട് അയാളുടെ മുറിയിലെത്തിയിട്ട് വേഗം സുമേരു റിങ്ങിനകത്തേക്ക് കടന്നു. അവിടെ ചെന്നപ്പോൾ മാർക്ക് കാണുന്നത് ആ സുമേരു റിങ്ങിന്റെ ശരിക്കും ശക്തമായ കവചത്തിൽ ജൂ ആഞ്ഞിടിച്ചിരിക്കുന്നതാണ്. ജൂ, എന്താ ഇത്? മാർക്ക്, ഞാൻ ബ്രേക്ക് ചെയ്തു. അവര് 5th ലെവലിലേക്ക് ബ്രേക്ക് ചെയ്തിരിക്കുകയാണ്. മാർക്കിനെ ആ റിസൾട്ട് ശരിക്കും അമ്പരപ്പിച്ചിരിക്കുകയാണ്. അടുത്ത ഏതാനും ദിവസങ്ങളിൽ ജൂ തുടർച്ചയായി പ്രാക്ടീസ് തുടങ്ങി. പെട്ടെന്നാണ് ജൂവിന്റെ ലെവലുകൾ മാറി മാറി വന്നത്. 6, 7, 8 എന്ന് പറഞ്ഞിട്ട് അവർ അതിവേഗം ആ ലെവലുകളും കടന്നു. വെറും 3 ദിവസം കൊണ്ട് 5th ലെവലിൽ നിന്ന് ജൂ 8th ലെവൽ ട്രൂ സെയിന്റ് ആയി. അവർ ആ റിങ്ങിൽ ഇടിക്കുമ്പോൾ റിങ് പൊട്ടിപ്പോകുന്ന ഒരു ഫീല് എല്ലാവർക്കും അനുഭവപ്പെടുന്നുണ്ട്. ശരിക്കും അതിശക്തിയായി മാറുകയാണ് ജൂ. അവർ ശക്തിയായി മാറുമ്പോൾ മീശയും മാർക്കും അമ്പരപ്പോടെ ജൂവിനെ നോക്കുന്നുണ്ട്. ജൂവിന്റെ ബോഡിയിലെ ആ മരണരേഖ തെളിഞ്ഞു തെളിഞ്ഞു വരികയാണ്. ഏത് നിമിഷത്തിലും ജൂ മരിച്ചേക്കാം. കഥയുടെ ഈ ഭാഗം ഞങ്ങൾ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. ഇതുവരെ മാർക്ക് ഫെല്ലറുടെ കഥ നിങ്ങളോട് പറഞ്ഞത് ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.